എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ബാസിന്റെ സംഗതി പന്തിയല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒളിച്ചു പാത്തൊന്നും പറയണം, നിങ്ങൾ ശരിക്കും പറഞ്ഞോളിയുന്ന ഈ ബാസ്. തിരിച്ചറിവ് വരാത്തൊരു പ്രായം, ആ ഒരു പ്രായത്തിൽ നമ്മള് വിവാഹം കഴിച്ചു കൊടുക്കും. അപ്പോഴും ഇതിന് പീഡോഫീലിയ തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുക? ആണടി, അതിനെ പീഡോഫീലിയ എന്നാ പറയണ്ടത്. പക്ഷെ അത് ചോദിക്കേണ്ട ബാസിലിന്റെ അടുത്തല്ല, അത് ചോദിക്കേണ്ടത് ലിയാഖത്ത് അലിയുടെ അടുത്താണ്. അതെ, നോണ നിന്റെ തന്തയാ പറയണ, പോടാ മാറി. അതെ അതെ ശരി, ഖുർആനിലും ഇസ്ലാമിലും ഇല്ല. അതുകൊണ്ടാണ് നീ ആ കൊണ അടിക്കണത്, ഇടക്കൊണ അടിക്കണത്. നിന്റെ പെണ്ണുമ്പിള്ളക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അടിച്ചോണ്ട് വന്നത് നീ? ഇടക്കൊണയ്ക്ക് ഒരു കുറവുമില്ല അവന്. ഇടക്കൊണയാ 5 ലക്ഷം രൂപ വെച്ചിട്ട് അലക്കണ ഒരു ലൈവ് നടത്തുന്നു. പക്ഷേ ഈ പച്ചപ്പട്ടിൽ പൊതിഞ്ഞ് ആയിഷ ബീവിയെ സ്വപ്നം കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആയിഷ ബീവിക്ക് അന്ന് 6 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പൊ പഠിച്ചോന് തെറ്റാണെന്ന് തോന്നാത്തൊരു കാര്യമാണ് നമ്മളിപ്പോ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പല ചണസ ആണോ ഈ വയസ്സാം കാലത്തും ഈ വയസ്സിലും 16 വയസ്സുള്ള പെണ്ണിനെ കൊണ്ട് ഓടിയവനാണ് കൊണയടിക്കണത്. ഓടാ കൊണയടിക്കാതെ. ഉണ്ണണമെങ്കിൽ മുഹമ്മദിനെ എടുക്കണം. ജോലി ചെയ്യാൻ വയ്യ, കഴപ്പ്, മൂത്ത കഴപ്പ്, മൂത്ത കഴപ്പ്. ഞാൻ കമന്റ് ഇടുമ്പോ കണ്ടോണേ, അവിടുത്തെ വെള്ളം കുടിക്കും. പിഞ്ചു ബാലികയെ പട്ടിൽ പൊതിഞ്ഞ്, പച്ചയാണോ എനിക്കറിയില്ല, അതൊക്കെ ചോദ്യകർത്താവിന്റെ വാദമാണ്. എന്തായാലും പട്ടിൽ പൊതിഞ്ഞ് മുഹമ്മദ് നബിയുടെ മുന്നിൽ സ്വപ്നത്തിൽ കാണിച്ചു എന്ന് ഒരു പിഞ്ചു ബാലികയെ, 5 വയസ്സ് 6 വയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര പ്രായം നിങ്ങൾ ആലോചിക്കാം. ഞാൻ പറയുന്നു, നീ എത്ര ദിവസം തൊട്ട് കയറ്റാൻ തുടങ്ങിയിട്ടാണ് അവള് 16 വയസ്സ് ഇറങ്ങി വന്നത് വയറ്റിൽ പിള്ളേരായിട്ട്. എടാ, ആർക്കും ഇല്ലാത്തൊരു കുത്തിക്കിടപ്പ് നിനക്കുണ്ടായിരുന്നല്ലേ? 10-15 വയസ്സുണ്ടായിരുന്നപ്പോഴത്തേക്ക് ആ പെണ്ണിന് കയറി ഉപദ്രവിച്ചിട്ടല്ലേ അത് വയറ്റിലായി നിന്റെ കൂടെ ചേർന്ന് വന്നതല്ലേടാ. എന്നിട്ട് ഇരുന്നോണ്ട് ബാലവിവാഹ ശൈശവിവാഹം എന്ന് മുഹമ്മദ് നബിയുടെ ചരിത്രം എടുത്ത് പറയാൻ നിനക്ക് നാണയില്ലേടാ? ഒരു അല്പ ഉളുപ്പ്, യജ്ജാതി കുറ്റി. ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എടുത്തതാണ്. കാരണം അത്രമേൽ നിങ്ങൾ കാട്ടി കൂട്ടിയതിനൊക്കെ നമ്മൾ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഓപ്ഷൻ എന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മാന്യത, അന്തസ് എന്ന് പറയുന്ന നിലവാരം, ആ ഒരു അതൊരു അധിക ചെലവല്ല, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താ പറയാ ആഡംബരം ഒന്നും ആവില്ല. അത് മാന്യമായിട്ട് ചിലതൊക്കെ കുറച്ച് ആവാം എന്നാണ് നിങ്ങൾ പറയാനുള്ളത്. അതില്ലെങ്കിൽ അത് കൃത്യമായിട്ട് റൗള ഷരീഫിലെത്തും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത്, പേപ്പട്ടിയെ ഞങ്ങൾ കണ്ട തല്ലി കൊല്ലിയാണ് ചെയ്യുന്നത്, കല്ലെടുത്ത് എറിയണീന്ന്. പേപ്പട്ടിയുടെ അടുത്ത് എന്ത് മാന്യതയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? പേപ്പട്ടികളൊക്കെ ഞങ്ങൾ പല്ല് പിറക്കി എറിയണീന്ന. നിങ്ങൾ സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ച് നിങ്ങളുടെ പ്രവാചകന്റെ അനുയായികളെ നൂറ്റം കൊള്ളുന്നവർ നടത്തുന്ന ന്യായീകരണമാണ്. നിങ്ങളുടെ മനുഷ്യത്വത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ, നിങ്ങൾ മനുഷ്യൻ എന്ന തരത്തിൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ സാമാന്യ ബോധത്തെ, മര്യാദയെ, എല്ലാത്തിനെയും നാണിപ്പിക്കുന്ന തരത്തിൽ വിമർശകരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ പോലും ലജ്ജിപ്പിക്കുന്ന തരം വൃത്തികെട്ട കളികളുമായിട്ട് ഇറങ്ങുന്ന നിങ്ങളുടെ സഹോദരന്മാർ, മതത്തിലെ നിങ്ങളുടെ സഹോദരന്മാർ നമ്മളിൽ നിന്ന് പ്രത്യേകം മനസ്സ് വേദനിപ്പിക്കരുത്. നിങ്ങൾ ഫാക്ട്, ഞാൻ പറയുന്നത് ഫാക്ട് ആണോ, അവർ പറയുന്ന നുണകളാണോ ശരി, അതോ ഞാൻ പറയുന്നതാണോ ശരി? 5 ലക്ഷം രൂപ ഒരു പാവപ്പെട്ടവന്റെ മോട്ടിച്ച് തിന്നിട്ടാണ്. മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത്തരം പരിപാടികളെ ഉപയോഗപ്പെടുത്തണം. ശരിക്കും നിഷ്കളങ്കരായിട്ടുള്ള, സാത്വികരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള പ്രണയനില, മധുരനില. 15 വയസ്സുള്ള കൊച്ചിനെ കണ്ടിട്ട് സാമാനം പൊങ്ങി അവളെ കുത്തിക്കേറ്റി ഗർഭിണിയായതാണ് കഥ. അവനവന്റെ ആരാധനയും വിശ്വാസവും വിവാദത്തും കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന പിന്നെ ഏതാണ്ട് ഹിന്ദുവിനുണ്ടായത് നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളോട് പറയാനുള്ളത്, അത്തരം ആളുകൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ഇവിടെ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പലതും നിങ്ങൾ കേട്ടു എന്ന് വരാം, ഉറപ്പല്ല കേട്ടു എന്ന് വരാം. നിങ്ങൾക്ക് മനസ്സ് വേദന പ്രശ്നം ഉണ്ടാവുന്നവർ സമനില തെറ്റുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അത് നമ്മൾ കാണുന്നുണ്ട്, തെറ്റുന്ന സമനില. ദയവിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. അതെന്താ നിനക്ക് എന്നെ കാണുമ്പോ ഒരു കുത്തിക്കൊള്ളുമ്പോ പക്ഷെ വസ്തുതകൾ ടെൻഷൻ ആവുന്ന എന്തോ എന്നത് വേറെ വിട്ടുവീഴ്ചയൊന്നും ഇല്ല. എന്തായാലും നമുക്ക് കേൾക്കാം. നിങ്ങൾ മനസ്സിലാക്കി പീഡോഫീലിയ എന്ന് വെച്ചാൽ എന്താ? പീഡോഫീലിയ എന്ന് പറയുമ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത് നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അല്ല, നിങ്ങൾ പീഡോഫീലിയ എന്താന്ന് പറഞ്ഞോളൂ. പീഡോഫീലിയ എന്താന്ന് പറഞ്ഞോളൂ. പീഡോഫീലിയ എന്താണെന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നപ്പോ നിങ്ങൾക്കോ എനിക്കോ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഒരു കുട്ടീനെ ഇപ്പൊ നമ്മൾ വിവാഹം കഴിച്ചു എന്നതിന്റെ പേരില് സെക്ഷൽ ആക്ടില് ഏർപ്പെടുകയാണ്. കഴിക്കാൻ വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ നേരെ മുഹമ്മദ് നബിയിലേക്ക് പോവുക. അപ്പോൾ പിന്നെ നമ്മുടെ ഇസ്ലാമിയരായ മനുഷ്യർക്ക് പെട്ടെന്ന് ഒരു വിഷമം വരും. കാരണം
അവർക്ക് ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം മുഹമ്മദ് നബിയുടെ ചരിത്രമൊക്കെ എടുത്ത് വെച്ച് പറയുമ്പോഴത്തേക്കാണ്. ശരിയാണ്, അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. ഐ ഡു എഗ്രി ദാറ്റ്. നമുക്കതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമില്ലാത്തടത്ത് നമ്മളതിൻ്റെ ഒരു വക്കാലത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ മാന്യതയുടെ കോലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു മനുഷ്യന് 5 ലക്ഷം രൂപ കട്ടും. 5 ലക്ഷം രൂപ കട്ടതിൻ്റെ കാരണം വ്യക്തമായിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്. ഇവൻ അതിനകത്ത് മറു അഭിപ്രായം ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന നുണയാണെന്നാണ് പറയേണ്ടത്. അയാൾ പറഞ്ഞത് വ്യക്തമായി അയാൾ പറയുന്നു, അയാൾ എവിടെയും ഇവനത് കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. 5 ലക്ഷം രൂപ നക്കി തിന്നേച്ചിട്ട് കഥ പറയണം. എടാ, കൊത്തലച്ചിക്ക് ജെട്ടി വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇരക്കാൻ പോകണം. മനസ്സിലായ? കൊത്തലച്ചിയെ കൊണ്ട് ഇരക്കാൻ പോകണം, പിച്ച എടുക്കണം. പിച്ച 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 അതിന് പോകണം. ഒരു 5-6 ദിവസം പനിയായപ്പോൾ നീ വിചാരിച്ചെന്തൊരു ചെവീനം ഉണ്ടായിരിക്കണം. ചെവീനെങ്കിൽ പനിയാണടാ, പനിയൊന്ന് തീരിട്ട് പെടയപ്പം മുള്ളൂര് നീ കേസ് ഞൊട്ടു നീ. എടാ, കേസ് ഞാൻ കൊടുക്കും നിനക്കെതിരെ, അല്ല നീയല്ല. ഷെഫീനെയാണ് ഇനി ചെറവറ കേസ് കൊടുക്കാൻ പോണത്. ഒന്നൊന്നായിട്ട് എണ്ണി പറക്കിക്കോ. നിന്നെയൊക്കെ ഇനി ആശയം കൊണ്ടുള്ള മൈരി ഞാൻ നിർത്തി. ആശയില്ല എനിക്ക് മൈരി. ഇനി എല്ലാം ഞാൻ ആമാശയം വരെ കാണും. നിന്നെയൊക്കെ അടിച്ചിടിഞ്ഞേ. അത്ര അഹങ്കാരം, അത്ര കുത്തിക്കിഴപ്പുണ്ട്. പിന്നെ ഇസ്ലാമിയരാണെന്ന് പറയുന്നത് സാത്വികരും വളരെ നല്ലവരും വളരെ നല്ല കുച്ചാണെന്നും ഒക്കെ നീ പറഞ്ഞിട്ട് നടക്കണമെങ്കിൽ അങ്ങനെയുള്ള സോക്കാൾഡ് ഇസ്ലാമിയരെ ഞാൻ നീക്കി നിർത്തിയിരിക്കുന്നു. എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് ഗഡ്സ് ഉണ്ടായിരിക്കണം. എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് ആശയം കൃത്യമായി പറയാനുള്ള തൻ്റെ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും നിനക്കൊരു കൊണയുണ്ടെങ്കിൽ അടിയടാം. ഈ വർഷം 2025 ഈ 20-ാം നൂറ്റാണ്ടിൽ പോലും 15 വയസ്സുള്ള പെണ്ണിനെ ഉണ്ടാക്കാനായിട്ട് നീ കയറിയിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗോത്രീയ സമൂഹത്തിന്റെ അവസ്ഥ എടുത്ത് വെച്ച് പറയാൻ നിനക്ക് നാണം ഇല്ലടാ. തൊലി മോനെ, നാണം ഇല്ലടാ. ഒരു കാര്യം ചെയ്യ്, കട്ടി തൂരക്കളഞ്ഞ നിന്റെ തൊലിയില്ലേ, അത് പോയി വെച്ച് പിടിപ്പിക്കും. മുലയും തലയും ഗുണ്ടിയും കുലുക്കി കാണിക്കുന്ന കൊത്തലച്ചിയെ കൊണ്ട് കാശ് ഉണ്ടാക്കാനുള്ള ഒരു വഴി അവളെ ഓപ്പൺ ചെയ്തെന്നില്ലേ. എങ്ങനെ വല്ല സമ്പാദിക്കാൻ നോക്ക്. ഇസ്ലാമിനെ നീ ഇനി ഊക്കൂല. നീ ഇനി ഊക്ക നിനക്കുള്ള മറുപടി ഞാൻ തരും. മനസ്സിലായ? ഇതിനകത്തൊരു വകുപ്പുണ്ട്. ആ വകുപ്പ് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിന്റെയൊക്കെ വിമർശനം അതുവരെ മതി. എന്തിനു വിമർശിക്കണം? വിമർശിക്കാൻ മാത്രം എന്താ കുഴപ്പം ഇതിനകത്ത്? എന്താടാ ഇസ്ലാമിലെ കുഴപ്പം എന്ന് പറഞ്ഞത് കേൾക്കട്ടെ, എന്ന് കേൾക്കാൻ ആഗ്രഹം കൊണ്ടാണ്. എന്താണ് ഇപ്പൊ കുഴപ്പം? സ്ത്രീകൾക്ക് എന്തിനാ കുഴപ്പമെന്നാ പറയണേ? ആണോ? നിന്റെ കൊത്തലച്ചി അങ്ങനെ പറഞ്ഞു? കുഴപ്പമാ പെണ്ണുങ്ങൾക്ക്? എന്താടാ പെണ്ണുങ്ങൾക്ക് കുഴപ്പം? അഴിഞ്ഞാടാൻ പറ്റിയില്ലെന്നാണോ? എത്ര പെണ്ണുങ്ങളെ നിനക്ക് നിർത്താൻ പറ്റും? ഞാനും നിർത്താം പെണ്ണുങ്ങളെ. ശരി, നിന്റെ വഴി തന്നെ വരാം. നീ പറയുന്ന വാദഗതിക്ക് ഇനി അടുത്ത നീ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ എൻ്റെ ഒപ്പം ഒരു 15 എണ്ണത്തിനെ കൊണ്ടുവരും. മതി, നമ്പർ 15 മതി. 15 പേരെ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. ഈ 15 പെണ്ണുങ്ങൾക്കും നീ സ്വാതന്ത്ര്യം നേടി കൊടുക്കണം. അവർക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലേ? അവർ പുഴുങ്ങാൻ നടക്കുകയാണ്. അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. ഇസ്ലാമിലെ സ്വാതന്ത്ര്യമില്ലായ്മയെ നീ തിരുത്തെടുക്കുകയാണ്. ഇസ്ലാം വിട്ട് പോയെങ്കിൽ ഇറങ്ങി പോടാ കക്ക മോനെ. അല്ല, വേണ്ട, ചൂടെടുക്കുന്നു. അല്ല, ഇവന്മാർക്കെതിരെ കേസ് കൊടുക്കാൻ ഒരാളുടെ സഹായം ഷെഫീനാക്ക് ഇനി വേണ്ട. ഷെഫീന കൊടുക്കും. ഇനി ഒരാളുടെ സപ്പോർട്ട് ചോദിക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. ഒരാളും കൊടുക്കണ്ട, ഞാൻ കൊടുക്കും എന്നുള്ളത് സത്യമാണ്. കാരണം എനിക്ക് ജീവിക്കണം. ഞാൻ ഇസ്ലാമാ, എനിക്ക് ജീവിക്കണം. എന്റെ കൂട്ടത്തിലുള്ള ഒരാൾ എയർപോർട്ടിൽ പോകുമ്പോഴത്തേ മുഹമ്മദ് എന്ന പേര് ഉണ്ടെന്ന ഒരൊറ്റ കാരണം കൊണ്ട് നീക്കി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും ഈ മതത്തിനെതിരെ അവഹേളനപരമായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്റെ മതസമൂഹത്തിന് വേണ്ടിയിട്ട്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടിയിട്ട്, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. നിന്റെയൊക്കെ ചുറ്റിവാദം നിന്റെയൊക്കെ കോണാത്തിലെടുത്ത് വെച്ചിട്ടാൽ മതി. നാറി ആ ജട്ടി നീയൊക്കെ എടുത്തിട്ടേച്ചാൽ മതി. ഇങ്ങോട്ട് കൊണ്ട് ഇറങ്ങണ്ട. മനസ്സിലായില്ല? നീ മുഹമ്മദിനെ അവഹേളിച്ച് മുഹമ്മദ് നബി അവഹേളിച്ച് നീ ഇട നിന്റെ ഗ്രേവ്, അതായത് നിന്റെ കുഴി നീ തോണ്ടി കൂട്ടുകയാണെന്നുള്ളതാണ്. നീ മറ്റു രണ്ടുപേരടുത്ത് കാണുന്നുണ്ടല്ലോ, സീൻ കാണുന്നില്ലേ? ആ സീൻ പടു സീൻ നിനക്കുള്ളതുമാണ്. എഴുതി വെച്ചോടാ. അല്ലെങ്കിൽ അവനെ പോലെ ലവന്മാരെ സാമാനം അങ്ങനെ ഊമ്പി കൊടുത്തിട്ട് നീ മേളിൽ കയറി പോകാൻ നോക്ക്. ഏത് അൽ കുണ്ടൂസായിട്ട് ഒരുത്തൻ പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ എവിടേക്ക്? അമേരിക്കയിലേക്ക്. അതുപോലെ എന്തെങ്കിലും പരിപാടി നീ ആലോചിക്ക്. വെടക്കെന്ന് പറഞ്ഞാൽ പക്കാ വെടക്കാണ്. ജോസഫ് ഇടമർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി റെസ്പെക്ട്ഫുള്ളി ഈ കിതാബിനെ എടുത്തു വെച്ചിട്ട് വിമർശനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ചില വരായികൾ, ചില മോശപ്പെട്ട വശങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതേ, നമുക്കല്ല, ഇസ്ലാമിയർക്കല്ല, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട വശങ്ങൾ ഒരു യുക്തിവാദി എന്ന നിലയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. കൃഷ്ണനെ പരാമർശിച്ചിട്ടുണ്ട്. ആരും അദ്ദേഹത്തിന് വെട്ടാനും കുത്താനും പോയിട്ടില്ല. അതേപോലെ തന്നെയാണ് അദ്ദേഹം ക്രൈസ്തവരെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മഹ്റൂണ അങ്ങനെ എന്തെങ്കിലും വാഴക്കയുണ്ട് ക്രിസ്ത്യാനികൾക്ക്. അത് ചൊല്ലി അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. ഇത്രയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് പോയില്ല, ഓടാൻ പോയില്ല. ഒരു രീതിയിലൊരു പ്രശ്നവും അദ്ദേഹം ഫേസ് ചെയ്തില്ല. ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നത് സ്വാഭാവികമാണ്. മതത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടുള്ള ഒറ്റപ്പെടുത്തലുകൾ വരും. അതിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് അവർക്ക് നേരിടേണ്ടി വരും. അത് ജോസഫ് ഇടമർഗിന് ഉണ്ടായിരുന്നു. പക്ഷെ മകൻ ഫിൻലാൻഡിൽ പോകുന്ന തരത്തിൽ അയാളുടെ മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതല്ലേ വസ്തുത. അങ്ങനെ ഒരു വിമർശനം അക്സെപ്റ്റബിൾ ആണ്. അല്ലാതെ നിന്റെ ജട്ടി ജബ്ബാറും നീ ഉൾപ്പെട്ട സംഘങ്ങൾ അനാവശ്യമായി ഈ മതവിമർശനം നടത്തുകയാണെങ്കിൽ നിന്റെ ചെവള ഞാൻ കുത്തിപ്പറിക്കും. നാറിയുടെ മോനെ, അത്രയേ ഉള്ളൂ. മെഹറോൺ, കറക്റ്റ്. ആരിഫ് ഹുസൈനാണോ? അല്ലല്ല, പുള്ളി 3 മാരേജ്. 2 മാരേജ് അല്ലടോ, 3 മാരേജ് അല്ല, 2 മാരേജ്. ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയായോ അവളെ ഉപേക്ഷിച്ചു.
അവരുടെ സ്വർണവും സ്വത്തുക്കളും ഒക്കെ ഇവരെടുത്ത് വിറ്റ് ഏതോ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ അങ്ങനെ എന്തൊക്കെ റെഡിബാർഡ് അടിച്ചതിൽ കടം വന്നപ്പോൾ ആ പെണ്ണിനെ പേടിയായി, കൊച്ചിനെ കൊണ്ട് അവൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. അങ്ങനെ ആ പൈസയുടെ ഒരു എന്താ പറയണേ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ കേസ് കൊടുക്കുന്നതായപ്പോൾ ഉമ്മ കുറെ അധികം വിറ്റ് 8 ലക്ഷം രൂപ എന്തോ ആ പെണ്ണിന് കൊടുത്ത് അവളെ കോംപ്രമൈസ് ചെയ്യിച്ച് സോൾവ് ചെയ്യുകയാണ് ചെയ്ത ഒരു പെൺകുട്ടിയാണ് അവൾക്കുള്ളത്. രണ്ടാമത് ഒരു പെൺകുട്ടിയെ പോയി കല്യാണം കഴിച്ചു. അതിൽ 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും ഉണ്ട്. ആ പെണ്ണെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇതുവരെയും. ഇവൻ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് 2 പേരായി. ആദ്യം ഒരുത്തി കളഞ്ഞു, ഇപ്പോൾ ഒരുത്തിയുടെ കൂടെയാണെന്നാണ് അറിവ്. എനിക്ക് അത്രയും കൂടുതൽ ഇപ്പോഴുള്ള കുറച്ച് എനിക്ക് അറിയത്തില്ല. മൂന്നാമത് ഒരുത്തി കൂടെ ഉണ്ടായിരുന്നപ്പം ഞാൻ കാണുമ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു യുക്തിവാദി പെണ്ണുമ്പളെ തന്നെ അവൻ കൊണ്ട് കിടക്കണമെന്ന്. അവൾ ഊമ്പിച്ചെന്നാണ് ഞാൻ അറിയത്തില്ല. മറ്റു മതം തെറ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കണം. മതത്തിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പറയാം, അതിലൊരു തകരാറും ഇല്ല, ഒരു തർക്കവും ഇല്ല. ഇസ്ലാമിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറയണം. അത് തർക്കമൊന്നും ഞാൻ പറയത്തില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി സ്റ്റേജ് കയറാൻ സമ്മതിച്ചില്ല, തർക്കമുണ്ട്, എനിക്കുണ്ട് തർക്കം. അത് നമ്മൾ തിരുത്തണം. അത് തിരുത്തേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ സ്ത്രീകളെ അച്ചടക്കം എന്ന പേരിൽ അവഹേളിക്കുന്നുണ്ട്, തിരുത്തണം. മുഖം മറച്ചുകൊണ്ട് നടക്കുന്നത് അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം മുഖം മറക്കപ്പെടുന്നത് പറഞ്ഞാൽ മറ്റൊരാളുടെ റൈറ്റ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള റൈറ്റ്സ് മറ്റുള്ളവർക്കില്ലേ? നിങ്ങൾക്ക് തട്ടമിടാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ആരാണെന്ന് അറിയാനുള്ള റൈറ്റ്സും ഉണ്ട്. അത് നമ്മൾ നിഷേധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളെ അവരുടെ അഭിപ്രായമില്ലാതെ വീട്ടുകാരുടെ ഒരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന വൃത്തികെട്ട സംഗതിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്, അതില്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അതിനപ്പുറം ഇവരെല്ലാം പീഡോഫീലിയക്കാരാണെന്നും ഇവരെല്ലാം കുഴപ്പമാണെന്നും മസ്ജിദുകളിൽ പഠിപ്പിക്കുന്നതൊക്കെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചെവള ഞങ്ങൾ കുത്തി പറയുന്ന അതിനെ നാക്ക് വലിച്ച് പുഴുത് വെളിയിലിടും. അത് തർക്കമില്ല. അത് ഏവം ചെയ്താലും, അത് ഇന്നവനൊന്നുമില്ല, അത് ഏവം ചെയ്താലും ഏവള് ചെയ്താലും നാക്ക് പിഴുത് വെളിയിലിടും. ഇനി ഇത് കൊണ്ടുവരരുത്. ഇത് കൊണ്ടുവന്നിട്ട് ഇതാണോ ഇസ്ലാമിയത്തിന്? ഇതാണ് ഇസ്ലാം, മനസ്സിലായോ? ഇത് തന്നെയാണ് ഇസ്ലാം. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട. തൊലിഞ്ഞ വൃത്തികെട്ട അഭിസാരിക കൂട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇസ്ലാമിന് വേണ്ട. പലപ്പോഴും പലയിടത്തുള്ള കമന്റ്സ് ഞാൻ കാണുന്നത്, ഇസ്ലാം ഇതാണോ, ഇസ്ലാം ഇങ്ങനെയാണോ, ഉമ്മത്തിൻ്റെത്. ആ KUN എന്നെ നിന്റെ കണ്ണാക്കി വെച്ചാൽ മതി. അത് ഷെബീനയുടെ അടുത്ത് എടുക്കണ്ട. തെറിത്താത്ത പറത്താത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് മലരണ്ട. പോടാ വായി നോക്കിയളെ അന്നേക്ക് സർട്ടിഫിക്കറ്റും കൊണ്ട്. അപ്പൊ ഈ ചേച്ചി മുഖം മറയ്ക്കുന്നത് നബി പറഞ്ഞിട്ടല്ലേ? നബി നിന്റെ അടുത്തൊന്നും പറഞ്ഞാൽ നീ കേട്ടായിരുന്ന മുഖം മറയ്ക്കാനായിട്ട് നബി നിന്റെ അടുത്തൊന്നും പറഞ്ഞാൽ നീ കേട്ട റെക്കോർഡുണ്ടോ? തെളിവുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം. തെളിവില്ലാത്തൊരു കാര്യം വിശ്വസിക്കാൻ എൻ്റെ അടുത്ത് പറയരുത്. നബി പറഞ്ഞാൽ നിന്റെ ഉണ്ടാടാ മുഖം മറയ്ക്കാൻ നബി പറഞ്ഞാടാ? ഉണ്ടെങ്കിൽ പറ കേക്കട്ടെ. ചുമ്മാ കൊണയടിക്കാൻ വന്നേക്കുന്നു. അവിടെ ഇരുന്നുണ്ടെങ്കിൽ തഹർക്കുണ്ട്. പുപ്രി പേര് പറയുമ്പോൾ എടാ നിനക്ക് എന്നെ കാണുമ്പോൾ എത്ര വെപ്പറാണ് എടാ ലിയാക്കത്തെ. നീ എത്ര ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? പിന്നെ അസീസ് ഉസ്താദ് എൻ്റെ കയ്യിലാണോ മോനെ? നീ കക്കും, നീ നല്ല പോലെ പെട്ടിക്കും. നിന്നെ കൊണ്ട് ഞാൻ പെട്ടിപ്പിക്കും, മനസ്സിലായ? നീ യുക്തിവാദിയല്ല, നീ വെറും കൊണയാണ്, കുയുക്തിവാദി. അമ്മ ഹൈ. പ്രസവം വീട്ടിൽ നടന്നു. അനിൽ പ്രസവം വീട്ടിൽ നടത്തുന്നത് നിന്റെ അമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. അത്രയൊന്നും പോകണ്ട. നിന്റെ അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കിയാലും അറിയാം അവർ വീട്ടിലൊക്കെ തന്നെ പെറ്റത്. അത്രയേ ഉള്ളൂടാ, കൂടുതൽ ഉണ്ടാക്കാൻ പോകണ്ട കേട്ടാ. ഏത് മദ്രസയിലാണ് കുന്തം കളി? പറ. കുന്തം കളിയാ? ഏത് മദ്രസയിൽ? തലമറയ്ക്കാനാണ് പറഞ്ഞത്, മുഖമല്ല. അത് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹിന്ദുസത്തിലുണ്ട്. ഫാസിലെ അത് ഹിന്ദുസത്തിലുണ്ട്. അത് നോർത്ത് സൈഡിലോട്ട് പോകും, അവിടെ ഹിന്ദുക്കൾ മറയ്ക്കും, മുഖവും മറയ്ക്കും. അതെന്നാ വൈഷ്ണോയി കമ്മ്യൂണിറ്റി അറിയാമോ? ഇപ്പം നമ്മുടെ പിന്നെ സൽമാൻ ഖാനുമായിട്ട് ഇഷ്യൂ നടക്കുന്നില്ലേ, ഒരു ഉണ്ടയുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? വൈഷ്ണോയി കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? തല മറയ്ക്കും, മുഖവും മറയ്ക്കും. അത് അവർക്കിടയിലും ഉണ്ട്. മര്യാദയ്ക്ക് സംസാരിക്കും വേണം. പോടാ അലവലാതി എച്ചക്കലി നാറി അണ്ടി കുട്ടി കത്രിക തടലങ്ങ എന്തിരിച്ച് ഇലവലാതി എപ്പൂച്ചി പൊട്ട പട്ടുപൂലി മോനെ രാഹുൽ ഞാൻ പോടോ അവിടുന്ന്. ഇത്രത്തോളം എഴുതിയിട്ടിട്ട് തനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വയ്യ, പിന്നെ അങ്ങോട്ട് പോകണമെന്നു. നീ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് പെണ്ണുങ്ങളെ പീഡിപ്പിച്ച കഥ പറയണോ? നിന്റെ അമ്മച്ചിയെ പീഡിപ്പിച്ച് മുഹമ്മദ്, അയലത്തെ മുഹമ്മദ് അല്ലേ? അങ്ങേര് നിന്റെ അമ്മച്ചിയെ കയറി പീഡിപ്പിച്ചു. അതിന് നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, കേസ് കൊടുക്കണോടെ കൊണ്ടുപോയി. മുഹമ്മദ് നിന്നെ കയറി പീഡിപ്പിച്ചെങ്കിൽ അയലത്തെ മുഹമ്മദിനൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും കാണിച്ചു കൊടുത്തണം. തള്ളേ പറയണം. അടക്കം ഒതുക്കായിട്ട് വീട്ടിൽ ഇരുന്ന് അയലത്തെ മുഹമ്മദ് കയറി പീഡിപ്പിക്കുമോ? ചിലപ്പോൾ അവ മുസ്ലിം ആയിരിക്കും മുഹമ്മദേ, അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദ് ആയിരിക്കും. എന്തുവാ ഇതിൽ? അനിൽ എൻ്റെ അച്ഛനല്ലടാ, എനിക്ക് പാപ്പാണുള്ളത്. നിനക്കല്ലേ വീട്ടിൽ അച്ഛന്മാരുള്ളത്? വെള്ളം നിറച്ചും കിട്ടി. ആർക്കടാ? ഞാൻ ആദ്യത്തെ കമന്റ് ഒന്നും വായിച്ചില്ല. മാമ ഞാൻ നിങ്ങളുടെ കമന്റ് കണ്ടില്ലായിരുന്നു കേട്ടോ. മാഡം ആ തട്ടം തലയിൽ നിന്ന് ശരിയായിട്ട് ഞാൻ ജട്ടി ഇട്ടത് ശരിയാണോ നോക്കാൻ നീ വീട്ടിലോട്ട് വരുന്ന നിനക്ക് പിന്നെ ആരുടെയും ജട്ടിയും തട്ടം നോക്കേണ്ട ഗതിയായിട്ട് വരത്തില്ല. അമ്മാതിരി ഒരു ചെയ്ത്ത് ഞാൻ നിനക്കങ്ങ് ചെയ്തു തരും. മൊട്ടുസൂചി വെച്ചിട്ടൊരു പ്രയോഗം ഉണ്ടോ, അതങ്ങ് ചെയ്യുമ്പോൾ നിന്റെ ഈ കുത്തിക്കിടപ്പ് അങ്ങ് തീരും. ഞാൻ തട്ടവിടെ ജട്ടിയുടെ ബ്രേസിയറുടെ ഒക്കെ ചെയ്തിട്ട് ഹൂ കേസ് ഹൂ ബോദേഴ്സ് ഗെറ്റ് ഔട്ട്. എന്നാൽ ബാപ്പാക്കളെ പടി. എൻ്റെ വീട്ടിൽ ബാപ്പാക്കളില്ലടാ ആനിലെ. നിൻ്റെയൊക്കെ വീട്ടിലല്ലേ അങ്ങനെയുള്ളത്? നാട് നീളെയുള്ളവരെല്ലാം വന്ന് കയറി കിടക്കണത് നിൻ്റെയൊക്കെ വീട്ടിലല്ലേ? ഞങ്ങളുടെയൊന്നും വീട്ടിൽ ബാപ്പായേ ഉള്ളൂ, ബാപ്പാമാരില്ല. അച്ഛന്മാരുള്ളത് നിൻ്റെയൊക്കെ വീട്ടിലല്ലേ?
എടാ എൻ്റെത് കോപ്പി അടിക്കാതെടാ, നിന്റെ വയറ്റിന്ന് വല്ലതും വരുന്നെങ്കിൽ നീ പറ. ഷെഫീനെ പറയണത് കോപ്പി പേസ്റ്റ് ചെയ്യാതെടാ. ഇതാണൊക്കെ നീ ഇതൊക്കെയാണ് ഇസ്ലാം പേര് വിട്ടുണ്ടെന്ന് ഇസ്ലാമിനെ ആക്രമിക്കാൻ നടക്കുന്നത്. എടാ ലായി കൊടുത്തോണ്ട് പോകാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു മൈത്താണ്ടിയെങ്കിലും ഉണ്ട്. നിനക്ക് പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന്നെ വേണം ഞങ്ങളെല്ലാം പറയാൻ, അല്ലാണ്ട് നിന്റെയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാ. പക്ഷെ നിന്നെ പറയാൻ നിന്റെയൊക്കെ പുസ്തകം എടുത്ത് വെച്ച് വായിച്ചാൽ മതി. അയ്യോ പടച്ചോൻ, ഋഗ്വേദം തൊട്ട് സാമവേദം, അഥർവവേദം, യജുർവേദം, മറ്റേ വേദം, മൊത്തം കാമവേദം, കാമവെറി. ഇതാ സരിത ഷാജിയുടെ പുതിയ വീഡിയോ കണ്ടോ? ഇല്ല 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിലായാലും 6 വയസ്സായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 6 വയസ്സായ പെൺകുട്ടിയാണ്. 9 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 9 വയസ്സുള്ള കുട്ടിയാണ്. ആണോ? അത് 6-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഒരു വ്യത്യാസം. എന്നാ നീ ഈ കാര്യം നീ മറ്റൊരിടത്തുനിന്ന് പറയടാ. അപ്പൊ ഒരു ബ്രാഹ്മണ കല്യാണം എന്ന് പറയുന്ന തന്തയുടെ മടിയിരുത്തിയാ കെട്ടിച്ചു കൊടുക്കുന്ന 3 വയസ്സുകാരിയൊക്കെ. 3 വയസ്സ് 2 വയസ്സുള്ള ശൈശവ വിവാഹങ്ങൾ ഇന്ത്യയിൽ എക്സിസ്റ്റ് ആയിരുന്നു. നീ അക്കാര്യം എന്ത് പറയുന്നത്? നീ 1500 വർഷങ്ങൾക്ക് മുമ്പ് പോകാം. നീ ഒരു 100 വർഷം പിന്നോട്ടൊന്ന് സഞ്ചരിക്കണം. അത് പറയാനുള്ള ആംബിയർ ഉണ്ടടാ. മുറി സാമാനത്തിന് ആ ആംബിയർ ഉണ്ടാവത്തില്ല, മുറിച്ച് കളഞ്ഞ സാധനത്തിലുണ്ടാവും ആംബിയർ. ഇവിടെ കണക്ക് കൂട്ടുന്ന 6 വയസ്സിനേക്കാളും ചിലപ്പോൾ ഒരു 2 മാസം 3 മാസം കുറവായിരിക്കും. കാരണം അവിടെ കണക്കൂട്ടിയിരുന്നത് ചന്ദ്രമാസം അനുസരിച്ച്. അപ്പൊ അവിടെ 6 വയസ്സ് എന്ന് പറയുമ്പോ ചിലപ്പോ 5.5 വയസ്സ് 5.25 വയസ്സായിരിക്കും. അയ്യോ 5.25 വയസ്സിൽ മെൻസസ് ആകൂടാ. എടാ മെൻസ്ട്രേഷൻ നടക്കാതെ ഒരു കൊച്ചിനെ അങ്ങനെ ചെയ്താൽ കൊച്ചി ചത്തുകൂടാ. എങ്ങനെയായിരുന്നു പറഞ്ഞാലും നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യണമെങ്കിൽ മെൻസ്ട്രേഷൻ വേണ്ടേ? അങ്ങനെ ഒരു സംഗതി നടക്കാത്തെടുത്ത് ആ മനുഷ്യൻ അങ്ങനെ ചെയ്തു എന്ന് പറയാം. അങ്ങേർക്ക് പെണ്ണുമ്പിള്ളമാര് കുറവുണ്ടായിരുന്ന എത്രാമത്തെ ഭാര്യയാണ്? അങ്ങേർക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ അവിടെ ഭാര്യമാര് വേറെ ഇല്ലായിരുന്നു. അത് പറയുമ്പോൾ തന്നെ ലോജിക്കലി ഇല്ലോജിക്കൽ ഫയൽസ് അടിക്കരുത്. നിനക്ക് പിന്നെ കൊച്ചു വയസ്സിലെ കുത്തിക്കിടപ്പായിരുന്നു. 15 വയസ്സിൽ തന്നെ ആ പെണ്ണിനെ വയറ്റിലാക്കി കൊടുത്ത പോക്സോ കത്തോലിയാണ് ഇരുന്നുകൊണ്ട് പോക്സോ വർത്താനം പറയുന്നത്. ജയിച്ചു പോടാ. ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. ഒരു മിനിറ്റ്. 6 വയസ്സ് എന്ന് പറയുന്നവരൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ്. എത്രമാത്രം വൃത്തികേടാണെന്ന് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് 6 വയസ്സ് ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാം. 6 വയസ്സിൽ പുലർത്തിയോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? 10-ാം വയസ്സിലാണല്ലോ. ഇതാണ് മൂത്ത പോയിന്റ്. ഈ കൂട്ടത്തിലെ മൂത്ത പോയിന്റാണ് ഇത്. 6-ാം വയസ്സ്. ഇയാൾക്ക് എവിടെ 10 വയസ്സ് കിട്ടി? അപ്പൊ ചിലർ 6 വയസ്സ്, ചിലർ 8 വയസ്സ്, ചിലർ 9 വയസ്സ്. അല്ലടാ മൊയന്തെന്ന് പറയാൻ നിന്റെ വാപ്പാണ് അങ്ങേരി? അല്ല നിന്റെ ഉമ്മയെ കളിച്ച വകയിലുള്ള മൊയന്താണടാ? അല്ലടാ അങ്ങേര് ഇങ്ങനെ മൊയന്തെന്ന് നീ വിളിക്കാൻ നീ ആര്? നിന്റെ വാപ്പാറ്റാണ്, നിന്റെ ഉമ്മയെ കളിച്ച വകയിലുള്ള ആളാണ്. എന്തുകൂടെ പറയുന്നത്? മൊയന്തെന്നൊക്കെ ഒരു മുസ്ലിയാരെ നോക്കി പറയാനും മാത്രമുള്ള കാട്സ്. വീട് കൂടിയത് അതിന്റെ കാരണം പ്രായപൂർത്തിയെത്താൻ കാത്തിരുന്നതാണ് എന്ന് സാഹിത്യം എഴുതുന്നവർ ഉണ്ട്. പക്ഷെ അതിന്റെ കാരണം അതല്ലായിരുന്നു എന്ന് ചരിത്രഗ്രൻ അനുശ്രീ, ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഞങ്ങൾ തമ്മിൽ സെപ്പറേഷൻ നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. ഹീ ഈസ് മൈ ബെസ്റ്റി, അത്രയേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ മറ്റൊരു കൺസെപ്റ്റ് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഓരോ വെറുവാക്കലഘട്ടത്തൊക്കെ പല കോലങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കും. ഞാനും അവനും ആ പറഞ്ഞ പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ കുത്തിക്കയറേണ്ട. അത് നിങ്ങളെ ആരെയും ബോധർ ചെയ്യുന്നില്ല, എൻ്റെ കുട്ടികളെയും ബോധർ ചെയ്യുന്നില്ല. ദെൻ വൈ യു ആർ സോ കെയർ അബൌട്ട് ദാറ്റ് തിങ്? എൻ്റെ ലൈഫിൽ ഒരാൾ വരികയോ പോവുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഉണ്ടായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വന്നിരുന്ന് പറയുന്നുണ്ട്, അയ്യോ വിനിച്ചേട്ടൻ എന്നെ കളഞ്ഞിട്ട് പോയി. വിനിച്ചേട്ടൻ പോയി തനൂജ കെട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ കണ്ടില്ലേ? തനൂജയുടെ മിനുവിൻ്റെ കല്യാണം നിങ്ങൾ കണ്ടില്ലായിരുന്നു? അപ്പോൾ തനൂജ വിനുവിൻ്റെ കൂടെയാണ്. അവളങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ അവളടുത്ത് പോയി ചോദിക്കും, ഇവിടെ ഒന്നും ചോദിക്കരുത്. തനൂജയുടെ അടുത്തുണ്ട് വിനു. ചില ജെഫ് കണ്ടത് നിങ്ങളുടെ ചാനൽ ബാൻ ചെയ്തിരുന്നു, ആവശ്യം എന്തായി? അത് ഒരു പിന്നെ 2-3 ലൈവിന് റിപ്പോർട്ട് അടിച്ചിട്ട് ദുബായിലേക്കുള്ളത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അത് ഞങ്ങൾ തിരിച്ച് റിപ്പോർട്ട് കൊടുത്തു. അതായത് ഞങ്ങൾ യൂട്യൂബിന് ലെറ്റർ എഴുതി അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ലൈവൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വീഡിയോ ആക്കി ഇടാനൊരു തീരുമാനമായിട്ടുണ്ട്. സോ എങ്ങനെയായാലും അവരവിടെ കാണിക്കേണ്ടെന്ന് പറഞ്ഞത് ഞാൻ വീണ്ടും വീഡിയോ ആക്കി ഇട്ടിട്ട് ഇപ്പം അവിടെ കിട്ടുന്നുണ്ട്, സാധനം കിട്ടുന്നുണ്ട് കേട്ടാ. നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ആവശ്യം വന്നാൽ നമുക്ക് വിശദമായിട്ട് പറയാം. താത്ത നേരിട്ട് മുട്ടിൽ എങ്ങനെ ഒന്ന് ചലിക്കും. എടാ അനിൽകുമാറെ കോമഡി അടിക്കല്ലേടാ. ഞാൻ വന്ന് നമ്മന് പേടിച്ച് 12 പോലീസുകാരെയും കൊണ്ട് അവിടെ ഇരുന്ന് അവനെ പറ്റിയാണടാ നീ എടാ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു മാന്യനെ സപ്പോർട്ട് ചെയ്യടാ. നിന്റെയൊക്കെ ഗതികേട് ഓർക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു. എടാ എൻ്റെ ഒരു അവസ്ഥ ഉണ്ട്, സ്റ്റിക്കിലാണെങ്കിൽ നടക്കാനാവത്തില്ല, കാല് സുഖമില്ലാത്തൊരു പാവസ്ത്രീയാ. ഞാൻ വരുമെന്ന് പറഞ്ഞ് 12 പോലീസുകാരാണ് അവിടെ വെച്ചാൽ, അതിലും 2-3 ലേഡി പോലീസുകാർ. ഞാൻ അവരുടെ അടുത്ത് പറയണേ കയ്യാമം വയ്ക്കൂ, വിലങ്ങണിയൂ, അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയണേ. അവിടെ പറയണത് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോച്ച വീട്ടിലെന്ന്. ഞാൻ പറഞ്ഞ 2 വാക്കൂടെ നീ വേണേൽ കുറച്ചുകൂടെ പറഞ്ഞോ, പക്ഷെ വീട്ടിൽ പോയിക്കോന്നാ പറഞ്ഞത്. ചൂടടക്കുന്ന പാക്ക ചൂടല്ലേ? അങ്ങനെയുള്ള ഒരുത്തനെയാണ് എടാ നിനക്കിന്ന് നാണല്ലേടാ? താങ്ങണമെങ്കിൽ നല്ലൊരു മൂഡ് പോയി താന്നടാ. എന്തൊരു വർത്തമാനോടാ പറയണത്? ചേച്ചി എന്നൊരു ഇഷ്യൂ ഉണ്ടായില്ലേ? അത് എന്തായി? യൂട്യൂബിൽ വീഡിയോ കണ്ടിരുന്നു. ഏത് ഇഷ്യൂടാ? ഏത് ഇഷ്യൂ വിഷ്ണു? ഇപ്പൊ 6 ആയാലും 9 ആയാലും കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല. എടാ മെൻസ്ട്രേഷൻ നടക്കാതെ അദ്ദേഹം ഒരു പെണ്ണിനെ തൊട്ടിട്ടില്ല. അത് മാത്രമല്ല സ്വന്തം പിതാവാണ് അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. നിനക്ക് കുത്തിക്കഴയ്ക്കാൻ നിന്റെ അടുത്തുള്ള എന്റെ ചോദ്യം, നിന്റെ കൂടെ ഇരിക്കുന്ന കൊത്തലച്ചിയെ നീ കെട്ടുമ്പോൾ അവക്ക് വയറ്റിലുണ്ടായിരുന്നോ?
16 വയസ്സായ പോക്സോ പെണ്ണുമ്പിളയെ നീ കെട്ടുമ്പോൾ അവക്ക് വയറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഫ്രോഡ്? 21ാം നൂറ്റാണ്ടിൽ പോലും ഇത്തരത്തിൽ വലിയൊരു ഫ്രോഡുലന്റ് കാണിച്ച നീയാണോ ഫ്രോഡ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി ചെയ്തതാണോ ഫ്രോഡുലന്റ്? ഏതാണ് ഫ്രോഡുലന്റ്? അത് വാപ്പ ഇണയായി തുണയായി നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടീനെ വീട്ടിൽ നിർത്തുകയും അവൾ ഋതുമതിയാകുന്നിടം വരെ കാത്തിരിക്കുകയും ഋതുമതിയായ ശേഷം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും മതപരമായ രീതിയിൽ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്ത വ്യക്തിയാണോ മോശം? അതോ വീട്ടുകാരെ തട്ടിച്ചും പട്ടിച്ചും നിന്റെ അടുത്തേക്ക് വന്ന ഒരുത്തിയെ അത്യാവശ്യം കൊണ്ടുപോയി ലോഡ്ജിൽ വെച്ച് പ്രോഗ്രാം ചെയ്ത് വയറ്റിലാക്കി കൊടുത്ത് കിട്ടിയവർക്ക് നീയാണോ മിടുക്കൻ, അദ്ദേഹമാണോ മിടുക്കൻ എന്ന് നീ എന്നാൽ ഈ ടാലി പോലും ശരിയല്ല, ഈ കമ്പാരിസൺ പോലും ശരിയല്ല. എന്നാലും നീ പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഉണ്ടച്ചി മണ്ണുണ്ണി. ലിയാഖത്തിനോട് എനിക്കൊരു ദേഷ്യമില്ല റോഷ, ഒരു ദേഷ്യമില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ 2 വർഷം മുമ്പാണ് നമ്മൾ ഇത് പറയുന്നത് ഈ സമയത്ത് കേട്ടോ. നേറ്റ മോൻ എങ്ങനെ ഉണ്ട്? എൻ്റെ മോൻ ഇവിടെ ഉണ്ട്. 27 വയസ്സായി. ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് വന്നിട്ടില്ല. ഒരു പെണ്ണിനെയും തുണി നോക്കി കാണിക്കാൻ പോയിട്ടില്ല. ഒരു പെണ്ണിനെയും വയറ്റിലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതാണ് മക്കള്. 27 വയസ്സായി അവനിക്ക്. അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല, ചെയ്യത്തില്ല. കല്യാണം കഴിച്ച് ഹലാലായ ഭാര്യയായി വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അല്ലാതെ ആരെങ്കിലും അയലത്തെ വീട്ടിലെ പെണ്ണിനെ കണ്ട് പാവാട പൊക്കി ഉടനെ പ്രോഗ്രാം ചെയ്താൽ കൊച്ചിനെ ഉണ്ടാക്കി വയറ്റിൽ കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തള്ളി കയറ്റത്തില്ല. എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ദേഷ്യം എന്നുള്ളത്? ദേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ ഇവരുടെ ബ്രെയിൻ വാഷിൽ അകപ്പെടുന്നു. ഇവർ പറയുന്നത് വിശ്വസിക്കും. ഇപ്പോഴും വരുന്നുണ്ട് മുഹമ്മദ് നബിയുടെ ജന്നത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മളും ഇത് വിശ്വസിച്ചു. നമ്മൾ അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് വരും ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇളകി മറിയുകയാണ്. സ്വാഭാവികം. എൻ്റെ ഉമ്മ ഉൾപ്പെടെ എല്ലാവരും ദേഷ്യത്തിലായിരുന്നു എന്നുള്ളത് സ്വാഭാവികം. എന്നെ കിട്ടിയത് ഉമ്മച്ചിനെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. അമ്മാതിരി ഉമ്മക്ക് ഒരു ദേഷ്യമുണ്ട്. അതെനിക്ക് മനസ്സിലാകും. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ ഞാൻ ഖണ്ഡിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് ശിക്ഷയും കിട്ടണം. തർക്കമൊന്നുമില്ല, എനിക്ക് ശിക്ഷ കിട്ടണം. പക്ഷേ ആ സമയത്ത് മൗനമായിരിക്കാനുള്ള ബോധം പോലും ഇവൻ ചെയ്തില്ല. ഇവൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഇവനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എടാ നീ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവനെ എനിക്ക് അറിയുക പോലുമില്ല ഈ ചെന്നായി. പക്ഷേ ഇവ ഇരുന്നുകൊണ്ട് പറയണത് സോക്കാളുടെ തെറി വിളിക്കുന്നവർക്കൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന്. അന്ന് ഞാൻ ചെക്ക് ചെയ്ത് വെച്ചതാണ് അവനെ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? അഥവാ എക്സ് മുസ്ലിം അഥവാ യുക്തിവാദികൾ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് കൂടി ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യരുതെന്ന്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായി നല്ല രീതിയിൽ എൻ്റെ ഇന്റൻഷൻ മനസ്സിലായ നല്ല കുറച്ച് യുക്തിവാദി സുഹൃത്തുക്കൾ എൻ്റെ ഒപ്പം നിൽക്കുകയും ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങളെല്ലാം അപ്പുറത്താവുകയും ചെയ്തു. മനസ്സിലാക്കിക്കോണം. ഇസ്ലാമിയർക്ക് തെറ്റിദ്ധാരണയാണ് ഞാൻ എന്തിനത് പറഞ്ഞു എന്നുള്ളത്. എനിക്ക് അവരുടെ ഭാഗം മനസ്സിലാകും. അവർക്ക് ദേഷ്യമുണ്ട്, അവരതുകൊണ്ട് അത് പറയുന്നു. ഇവറ്റകൾക്ക് എന്തായിരുന്നു ദേഷ്യം? ഇവറ്റകൾ അപ്പുറത്ത് നിന്നിട്ട് അങ്ങ് അക്രമമായിരുന്നു. അപ്പോഴേ ഞാൻ ചിന്തിച്ചതാണ് ഇവരെക്കാൾ വലിയ വിഷമാണ് അവർ. ഈ സംഘികളെക്കാൾ വലിയ വിഷമാണ് യവന്മാർ എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായത്. പണമോശടി. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി വിഷയത്തിൽ പണം പിരിച്ച് നക്കിയതിന്റെ തെളിവാണ് ഞാൻ വെച്ചത്. തെളിവ് വെച്ചു. എൻ്റെ അടുത്തല്ല, ഇവർ പബ്ലിക്കില് അവിടെ ക്ലബ് ഹൗസ് ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു 1 ലക്ഷം രൂപ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വൈഫിന് ഞങ്ങൾ പിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വൈഫ് അത് വാങ്ങിയില്ല, നിഷേധിച്ചു എന്ന് പറഞ്ഞു. നിഷേധിച്ചോ? ക്ലബ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ അത്രത്തോളം ആരടി നിർത്തിപ്പോ പച്ചറ്റ ഇറങ്ങിപ്പൊടി നാറി. അപ്പോൾ അത്രയും നിഷേധിച്ച അവനെ ഈ പൈസ എവിടെയെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ 1 ലക്ഷം രൂപ എവിടെ? അത് പിന്നെ ഉത്തരവില്ല. പിന്നെ നമ്മളെ അങ്ങോട്ട് തെറിയാ. പിന്നെ നമ്മളെങ്ങും മോശം പറിച്ചില്ല. ഇതേപോലെ കുറെ വാലികീറിയ നാറികളെ പറഞ്ഞു വിടും. വാലികീറിയ നാറികൾ വന്നിട്ട് കിട്ടുന്നുണ്ട് കൊണ പറയും. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ലിയാഖത്തലി ഗ്രേറ്റ് ലിയാഖത്തലി. നമുക്ക് ഒരുത്തന്നെ കള്ളനെന്ന് ബോധ്യപ്പെട്ടു. കൃത്യമായി നമുക്ക് മനസ്സിലായി അവൻ ലോക ഫ്രോഡാണ്, കള്ളനാണ് നമുക്ക് ബോധ്യപ്പെട്ടു. തെളിവ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇനി ആ കേസ് അവിടെ നിൽക്കാം, പോട്ടെ എന്ന് വയ്ക്കാം. ക്ലബ് ഹൗസിൽ തന്നെ ഇവന്റെ സ്വന്തം സഹോദരൻ വന്നിട്ട് പറയുന്നു ഇവൻ നാട്ടിൽ ചിട്ടി നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചുകൊണ്ട് ഓടിയവനാണ് എന്ന്. ചിട്ടി നടത്തിയിട്ട് ലക്ഷക്കണക്കിന് രൂപ 6ാം ക്ലാസ് വരെ മാത്രം പിന്നെ ഈ വിദ്യാഭ്യാസം അറബി കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ പണ്ഡിതൻ ചമയാണ്. ഇവന് പണ്ണൽ വീരനായിരുന്നു എന്നുള്ള തെളിവാണ് കൊത്തലച്ചി വയറ്റിലാക്കിക്കൊണ്ട് വീട്ടിൽ വന്നത്. 16 വയസ്സിൽ കൊത്തലച്ചി വയറ്റിലാക്കിക്കൊണ്ട് വീട്ടിൽ തള്ളി കയറി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ് അവന്റെ പണ്ണൽ എന്തരാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ആ പണ്ണലാണ് അവനിക്കുള്ളത്, അല്ല വേറൊരു പണ്ഡിതവും അവനിക്കില്ല. ഈ ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ 5 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞിട്ട് ഈ ഉസ്താദ് എന്നെ സമീപിക്കുകയാണ്. ഒരുപാട് അടുത്ത് പുള്ളി പോയി പറഞ്ഞു. അവരെ ഒന്നും ഞാൻ ചോദിക്കട്ടെ, ഷെഫീന ബീബി ഈ വിഷയം പറയുന്നിടം വരെ നിങ്ങൾ ഈ വിഷയം കേട്ടില്ലല്ലോ. ഇവൻ എക്സ്പ്ലനേഷൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അവകാശപ്പെട്ടതെന്നല്ലേ ഇവൻ പറഞ്ഞത്. നവാസിക്കായെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചേ? നീ എന്റെ കാലി പിടിച്ചില്ലേന്ന്. അത് ക്രെഡിബിലിറ്റി ആണോ? എടാ, ഒരിടത്ത് നിന്നാ ഒരു എത്തിക്സ് ഉണ്ടാവണം, പരസ്പരം ഒരു എത്തിക്സ് ഉണ്ടാവണം. ആ എത്തിക്സ് പോലും കീപ്പ് ചെയ്യാതെ നീ നവാസിക്കായ തോന്നിവാസം അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് ഡോക്യുമെന്റ് എടുത്തിട്ട് എവിടെ പോയി എന്താ ചിലക്കാത്ത? പിന്നെ ഇവനെന്താ പിന്നെ ചിലക്കാത്ത? ഈ രാജ്യത്ത് ഇസ്ലാമായി ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരു വലിയ ടാസ്കാ. അത് ഫേസ് ചെയ്യുന്നവരാ ഞാനായിരുന്നാലും നവാസിക്കായിരുന്നാലും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റിഫൈ എല്ലാം ചെയ്യുന്നതെന്നാണ് അവരുടെ വിചാരം. ഒരിക്കലും അല്ല ജസ്റ്റിഫിക്കേഷൻ ആവശ്യമുള്ള ഒരു മതമൊന്നുമല്ല ഇസ്ലാം മതം. നമ്മൾ നമ്മുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ഈ അനുഭവങ്ങൾ പറയുന്നതിന് മാത്രം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയുന്നില്ല. നവാസിക്കൊക്കെ എത്ര കേസുണ്ടെന്ന് അറിയാം. രാജ്യദ്രോഹിയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേർക്ക്. എൻ്റെ പേർക്ക് എത്ര കേസുണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ്? ഇസ്ലാമിന് സപ്പോർട്ട് പറയുന്നു. ഇസ്ലാമിന് സപ്പോർട്ട് തട്ടവും കൂടെ ഇട്ട് പറഞ്ഞാൽ പിന്നെ പറയാനും വേണ്ട. ഇപ്പൊ വരും പോലീസ്, ഇപ്പൊ എടുത്തോണ്ട് പോകും മൊബൈൽ. ഇതൊക്കെ നമ്മൾ ലോണിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന മൊബൈലുകളാണെന്നുള്ളിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് പോലീസ് ഓർത്തോണം. ഹറാം പുറപ്പിന്റെ ഔലും കഞ്ഞിയാണ് പോലീസുകാർക്ക്.
നമ്മളൊരു പെറ്റീഷൻ കൊണ്ട് കൊടുക്കണം പട്ടികയിലെ. അപ്പോൾ അതിനിപ്പോൾ എന്താ നിങ്ങൾ തിരിച്ചു പറഞ്ഞില്ലേ? അങ്ങനെയാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അലിയാസ് വ്ളോഗ് അങ്ങനെ വരുന്ന ഫേക്ക് ഐഡികൾ ഒരു കമന്റ് ഇടുമ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക, ഹൈഡ് ഫ്രം ചാനൽ. കാരണം ഞാൻ തുറന്ന് തന്നെ പറയാം, നമ്മൾ ഇസ്ലാമിയരാണ്, നമുക്ക് ഇവരുടെ കൾച്ചറോളം താരാനൊക്കത്തില്ല. ഇവരുടെ കൾച്ചർ എന്താണെന്ന് കണ്ടിട്ടില്ലേ? ഇവന്മാർ വിളിക്കുന്ന തെറി കണ്ടിട്ടില്ലേ? സ്ത്രീയായ വികാലാംഗയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എവിടെ നിൽക്കുമ്പോൾ അടിക്കാൻ കയറിയത് കണ്ടിട്ടില്ലേ? ഇവന്മാരെന്ന് പറയുന്നത് കപട യുക്തിവാദികളാണ്. ഒരു യുക്തിവാദി ഒരു പെണ്ണിന്റെ നേരെ അങ്ങനെ വരത്തില്ല, ഒരു ഇസ്ലാമിയർ ഒരു പെണ്ണിന്റെ നേരെ അങ്ങനെ വരത്തില്ല. ഒരു സ്ത്രീക്ക് നേരെ അവർ കാണിച്ച വൃത്തികേട്, അതും 12ഓളം പോലീസുകാർ നിൽക്കുമ്പോൾ അവർ കാണിച്ച വൃത്തികേടാണ് നിങ്ങൾ കണ്ടത്. ഇവന്മാര് മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന വ്യക്തികളല്ല. ഈ പറയുന്ന കുയുക്തിവാദം പറയുന്ന ഈ നാറികൾ പെറ്റ തള്ളയെ പറയുന്ന കേട്ടില്ലേ? ഇവന്റെ പെറ്റ തള്ളയെ പറയുന്നത് എന്താണ്? ഇവന്റെ പെറ്റ തള്ളയെ എന്തെല്ലാം വൃത്തികേടാണ് ഇവൻ സ്വയം ഇരുന്ന് പറയുന്നത്. വേറൊരു വെടൻ അവൻ പറഞ്ഞത് എന്താണ്? അവന്റെ ഉമ്മയെ എന്താണ് ഉമ്മയുടെ വയറവൻ കണ്ട് കൊതി ഇറക്കി എന്നല്ലേ അവൻ പറഞ്ഞത്. പെറ്റ തള്ളയെ സെക്ഷുവൽ നീഡുമായി നോക്കിയവന്മാരാണ് ഈ കുയുക്തിവാദം പറയുന്ന ഈ വൃത്തികെട്ടവന്മാര്. ഇവരെ ഒപ്പം ചേരരുതെന്നായിരുന്നു ഞാൻ ശ്യാംകുമാർ സാറിന്റെ അടുത്ത്. അദ്ദേഹം അത് അക്ഷരം പ്രതി കേട്ടു. അദ്ദേഹം പോയില്ല ഈ സിനിമ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അതേപോലെ മറ്റേ മൈത്രയും പോയില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അന്ന് അവിടെ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നില്ലയോ അവരാണ് യഥാർത്ഥ യുക്തിവാദികൾ. ഷെഫീന എന്ന വ്യക്തിക്കല്ല അവിടെ പ്രാതിനിധ്യം അവർ കൊടുത്തത്. ഒരു പെണ്ണ് വരുന്നു, ഒരു സ്ത്രീ അവിടെ വരുന്നു. അങ്ങനെ ഒരു സ്ത്രീ, വയ്യാത്തൊരു സ്ത്രീ ഈ വിഷയവുമായിട്ട് അവിടെ വരത്തില്ല. ഷെഫീനാക്ക് റീച്ച് ആണെങ്കിൽ അത് എത്രയോ മുൻപേ ആകാം. എത്രയോ വേദികൾ എനിക്ക് കിട്ടി. ഇവർ തന്നെ ഈ ആരിഫ് ഹുസൈൻ എന്നെ 4 പ്രാവശ്യം ഈ എസൻസിന്റെ പ്രോഗ്രാമിന് വിളിക്കുന്ന വോയിസ് കേൾക്കണോ നിങ്ങൾക്ക്? എനിക്ക് പൈസ തരാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് ഈ എസൻസിന്റെ പ്രോഗ്രാമിനെ മീറ്റപ്പ് ചെയ്യാൻ. ഞാൻ പോയിട്ടില്ല. ഞാൻ പക്ഷേ സർക്കംസേഷന്റെ കാര്യത്തിൽ സിഗ്നേച്ചർ ചെയ്യാൻ ഞാനും മകനും കൂടെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് എന്റെ മകൻ പറഞ്ഞത്, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരിക്കലും പാസ്സാവാത്തൊരു സാധനമാണ്, ഇതിൽ എന്റെ ഉമ്മ ഒപ്പുവെക്കത്തില്ല, ഇതിന്റെ ആവശ്യമില്ല എന്ന്. അതിന് ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഇവനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അല്ലാതെ ഇവൻ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഏതെങ്കിലും ഒരു വേദിയോ ഞാൻ ഇന്നവരെ പങ്കിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവന്മാർ വിളിച്ച എവിടെയെങ്കിലും ഞാൻ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചാനലിൽ പോയിരുന്നിട്ട് വായ്ത്താളോടിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ റീച്ചാണ് ഉദ്ദേശം, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും ഞാൻ പോയിട്ടില്ല. ഈ വിഷയം 100% ആ മനുഷ്യന്റെ അവസ്ഥ ഞാൻ അയാളുടെ വീട്ടിൽ പോയി നേരിട്ട് മനസ്സിലാക്കിയ ശേഷം ആണ്. എനിക്കറിയാം എന്റെ സഹോദരങ്ങളെടുത്ത് ഞാൻ കാര്യം പറഞ്ഞ 5 ലക്ഷം രൂപ ആളുകൾ പിരിച്ച് ആ മനുഷ്യന് കൊടുക്കും. അതല്ലല്ലോ ഒരു കള്ളൻ ഈ പൈസ കൊണ്ടുപോയി തിന്നരുതെന്നുള്ള അങ്ങേരുടെ ആഗ്രഹമാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആഗ്രഹമാണ്. അയാൾ വീട് വെക്കാൻ സ്വരൂ കൂട്ടി വെച്ചിരുന്ന പണമാണ് പോയത്. മനസ്സിലായോ? ആ പണം 709 അമ്മ അത് അവരാരും കാണുന്നുണ്ടാവത്തില്ല. ലൈക്ക് അടിക്കാനേ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ്. അമ്മ പറയുന്നുണ്ടാണ് കേട്ടോ. തന്നെങ്കിൽ തന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന മനുഷ്യൻ വീട് വെക്കാൻ ചേർത്ത് വെച്ചിരുന്ന പണം, അദ്ദേഹത്തിന് പിന്നെ മെഡിസിന് ചേർത്ത് വെച്ചിരുന്ന പണം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഉമ്മത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് വിഷമം തോന്നൂലേ ഇത് കേൾക്കുമ്പോൾ? ഇത് നമ്മൾ കേൾക്കുന്നത്, നമുക്കിത് കേൾക്കുമ്പോൾ, അപ്പൊ എനിക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ സത്യമായിട്ടും ഇവനൊക്കെ പ്രാന്താണെന്നേ വരുള്ളൂ. കാരണം ഇവന്റെയൊക്കെ കുടുംബ പാരമ്പര്യം എടുത്തു വെച്ച് നോക്കിയാൽ പക്കാ വേസ്റ്റുകളാണ് വെറ്റള്. ഒരെണ്ണം മര്യാദയ്ക്ക് ജീവിച്ച ഒരെണ്ണം ഉണ്ടോ? നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, പിന്നെന്താടാ പ്രശ്നം? ജബ്ബാർ അളിയൻ പറഞ്ഞത് കേട്ടില്ലേ? വള്ളി നിക്കറിട്ടുണ്ട് അയാൾ പറഞ്ഞു. അയാൾ ഇരുന്ന് പിടയ്ക്കുന്നതാണ്ടാ. നിങ്ങൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ പ്രോഗ്രാമിൽ ജബ്ബാറിന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കുക. ഇരുന്ന് പിടയ്ക്കണം. അയാൾക്കറിയാം അയാൾ ചെയ്യുന്നത് തെറ്റെന്താണെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. ഹീ ഈസ് ആൻസറബിൾ ടു സോ മെനി പേഴ്സൺ. മനസ്സിലായോ? ഇവന് വേണ്ടിയിട്ട് വക്കാലത്തിന് നിൽക്കുന്ന ജബ്ബാർ നശിപ്പിച്ച ജബ്ബാറിന്റെ ഈ അക്സെപ്റ്റൻസ് ആണ്. അന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുത്തൻ പോലും യഥാർത്ഥ യുക്തിവാദി അല്ല. അത് മനസ്സിലാക്കൂ. ഒരു നല്ല യുക്തിവാദി ആണെങ്കിൽ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇവൻ കണ്ടക്ട് ചെയ്ത 5 ലക്ഷം രൂപ ഇവൻ തട്ടിയെടുത്തിട്ട് ഇവൻ കണ്ടക്ട് ചെയ്ത ആ പ്രോഗ്രാമിൽ ഒരു മനുഷ്യൻ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാതിരുന്നവർ യുക്തിവാദികളാണെന്ന് ഞാൻ ഉറച്ചു. ശ്യാംകുമാർ സാറിനെ ഞാൻ ഞെട്ടലോട് കൂടിയാണ് കണ്ടത് ഇവന്റെ ആ പ്രോഗ്രാമിൽ പോകുന്നത്. തരുന്ന നക്കാപ്പിച്ച അല്ലടാ, എനിക്ക് എന്റെ ആശയമാണ് വലുതെന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞെടുത്ത് അദ്ദേഹം പൂർണ്ണമായും ഒരു യുക്തിവാദിയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹസൻ വിളിച്ചാണ് അത് കുളമാക്കിയത്. ഹസൻ വിളിക്കാൻ പോയിട്ടാണ് ആ പ്രശ്നം വന്നത്. ഹസന്റെ ആവശ്യമില്ലാത്തൊരു പരിപാടി ഹസൻ അതിനകത്ത് ചെയ്തത്. അയാളെ വിളിച്ചിട്ട് നിങ്ങൾ ഇത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആശയപരമായ എല്ലാ രീതിയിലുള്ള വിമർശനങ്ങളും എല്ലാവർക്കും ചെയ്യാം. അത് ശ്യാംകുമാർ സാർ പറഞ്ഞത് പോയിന്റാണ്. ആശയം കൊണ്ടടിക്കണം. നമുക്കൊരു ആശയത്തിനെ, ഒരു പ്രത്യായ ശാസ്ത്രത്തിനെ നമ്മൾ എതിർക്കുമ്പോൾ അതിനകത്ത് ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ ബോധ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പണ്ഡിതന്മാരെ സമീപിക്കുക. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക, അല്ലെങ്കിൽ വീണ്ടും വായിക്കുക. നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിജ്ഞാനം കിട്ടുന്നത്. അല്ലാതെ ഒരാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് എടുത്തോ പിടിച്ചോ ചാടിയോ ചെയ്യുന്നതല്ല ഇത്. യുക്തിവാദം എന്താണെന്ന് യുക്തിവാദികൾക്ക് മാത്രമേ അറിയാവുള്ളൂ. കുയുക്തിവാദിയായ ജബ്ബാറും ഈ ജബ്ബാർ കൂട്ടുനിന്ന ഈ വൃത്തികെട്ടവനും ഒരു കാരണവശാലും യുക്തിവാദി ഗ്രൂപ്പിൽ ഇല്ല. അത് ഞാൻ യുക്തിവാദികളോട് തുറന്നു പറഞ്ഞ കാര്യമാണ്. നിങ്ങളിൽ ഒരാൾ ഇവനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ എപ്പോഴും റെസ്പെക്റ്റോട് കൂടി കാണുന്ന, സത്യത്തിൽ അത്രത്തോളം റെസ്പെക്റ്റോട് കൂടി ആരാധനയോട് കൂടി കാണുന്ന മനുഷ്യരെടുത്ത് ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. അവർ മനസ്സിലാക്കട്ടെ എന്ന് വെച്ചാൽ ശ്യാംകുമാർ സാർ മനസ്സിലാക്കിയാണ് പിൻവാങ്ങിയത്. അവിടെ നിൽപ്പുണ്ട് അദ്ദേഹം. ഇവനോ ലിയാഖത്തോ ആരിഫ് ഹുസൈനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നിടത്ത് അദ്ദേഹം വരത്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അദ്ദേഹം യഥാർത്ഥ ബോധമുള്ള ഒരു യുക്തിവാദി ആയതുകൊണ്ടാണ്. ഇസ്ലാം മതത്തിനെ വിമർശിക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട്. ഇപ്പൊ എനിക്ക് നേരിടുന്ന അനുഭവങ്ങൾ എന്റെ അനുഭവങ്ങളാണ്. ഞാനൊരു ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച സ്ത്രീയാണ്.
ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറിയാണ്. എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്കുണ്ടായ സ്വാതന്ത്ര്യം, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, എനിക്ക് കിട്ടിയ പ്രിവിലേജ്, ഇത് ഞാൻ പബ്ലിക്കിൽ പറയുന്നു. അത്രയല്ലേ ഉള്ളൂ. അതാ ഞാൻ പറയുന്നത്. വേറെ പന്നിയില്ലേ നമ്മറിയാം നിന്റെ അത് ചെയ്താൽ മതിയാ. റോഷൻ റോൾ മോഡൽ തന്നെയാണ്. അഫ്കോഴ്സ് റോൾ മോഡൽ തന്നെയാണ്. എന്താ എന്താ സംശയം? എന്താ കുഴപ്പം? എന്താ അത് പറ. പിന്നെ കൂവി വിളിച്ചാണ് പ്രശ്നം. 5 ലക്ഷം കട്ടുകൊണ്ട് പോയതൊരു കുഴപ്പമില്ല. ഫിലിം മോശമായ തിയേറ്ററിൽ നിന്ന് കൂവും. ഒരിക്കലും അല്ല ക്യൂട്ടെ, അതുകൊണ്ടല്ല കൂവിയത്. ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ അവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. ഞാൻ അവിടെ തിരിച്ചു പറയുന്നു. ഉടനെ ക്ലാപ്പ് ചെയ്തിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓർത്തോണം, മൈക്ക് അവന്റെ കയ്യിൽ, സദസ് അവന്റെ കയ്യിൽ, പോലീസ് അവന്റെ കയ്യിൽ. നിന്റെ കയ്യിൽ ഒന്നുമില്ലടേ. നിരായുധയായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ആകെ ഉള്ളത് എന്റെ നാവാണ്. ഞാനത് ചലിപ്പിക്കണ്ടേ? ഞാൻ കൂവും. അവന്റെ ക്ലാപ്പിന്റെ ഒരു പടി മേളിൽ എന്റെ കൂവൽ നിൽക്കണം. അത്രയുണ്ട്. എനിക്ക് അത് ഇനിയും ചെയ്യും. സമരമുറകൾ എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? കുത്തിയിരിക്കാം. നിന്ന നിപ്പി കുത്തിയിരിക്കാൻ പറ്റും. കാല് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കുത്തിയിരുന്നേനെ. കുത്തിയിരിക്കാൻ പറ്റും. ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റും. മൗനമായിരിക്കാൻ പറ്റും. നോട്ടം കൊണ്ടും പ്രതിരോധിക്കാം. പ്രതിഷേധവും പ്രതിരോധവും എന്താണെന്ന് ബോധമില്ലാത്ത ബോധക്കെട്ട മലരുകളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതെ, അബ്ദുൾ വഹാബ്. അയ്യാ, കോയി വിളിച്ചത് ഒരു പ്രശ്നവുമില്ല. ഇനിയും കൂവി വിളിക്കും. ഞങ്ങൾ ഷെഫീന മാഡത്തിന് എൻ്റെ ബിഗ് സല്യൂട്ട്. ഇനിയും താങ്ക് യു. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് 9 വയസ്സുള്ള കുട്ടിയെ ഇപ്പോൾ കെട്ടാൻ തുടങ്ങിയാലോ? ഇപ്പോൾ കെട്ടട്ടെ, ഇപ്പോൾ കെട്ടാൻ വരട്ടെ. ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കണം നോക്ക്. ഉണ്ടെങ്കിൽ കെട്ടട്ടെ. 9 വയസ്സുള്ള കുട്ടിയെ കെട്ടട്ടെ. അങ്ങനെ കെട്ടുമോ ആരെങ്കിലും? എവിടെയെങ്കിലും ഉണ്ടോടോ? താൻ കാണുന്നുണ്ടോടോ? എന്തിനാടോ അവഹേളനം പറയുന്നേ? ഇതിനെ ഈ അവദൂരം പറയുന്നേ? എത്രയോ കാലങ്ങളായി സ്റ്റോപ്പ് ചെയ്യപ്പെട്ട കാര്യമാണ്. മുഹമ്മദിയൻ ലോ പ്രകാരം 15 വയസ്സ് 16 വയസ്സ് കല്യാണം കഴിക്കാം. ആ നിയമപ്രകാരമാണ് കത്തോലി രക്ഷപ്പെട്ടത്. കത്തോലി 16 വയസ്സിൽ വയറ്റിലാക്കി കൊടുത്തു. 16 വയസ്സിൽ കുത്തിക്കഴപ്പെടുത്ത് വയറ്റിലാക്കി കൊടുത്തു കൊത്തലച്ചിക്ക് വയറ്റിലാക്കി കൊടുത്തിട്ടാണ് വേദവാക്കി ഇരുന്നുകൊണ്ട് കൊത്തലയ്ക്കുന്നത്. റോഷൻ ഇപ്പം എന്താ വേണ്ടത്? ഏത് മുസ്ലിം കുട്ടിയാണ് നീ ഇപ്പോൾ കെട്ടിക്കേണ്ടത്? ബിഗ് സല്യൂട്ട് യു. നബി ചെയ്തതല്ലേ, സുന്നത്തല്ലേ? നബി ചെയ്തത്, നബി തൂറിയെന്ന് നമ്മളും പോയി തൂറാൻ പറ്റുമോ? പോടാ എഴുന്നേറ്റ്. ഇത് വൃത്തിയാടാ പറയുന്നത്. സുന്നത്താണെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യാൻ പറ്റൂ? നിയമം അനുശാസിക്കുന്നില്ല, അതുകൊണ്ടാണ്. 9 വയസ്സുള്ള കുട്ടിയൊന്നും ആരും വിവാഹം കഴിക്കില്ലടോ. നബി വിവാഹം കഴിച്ച മറ്റ് സ്ത്രീകളുടെ ഏജ് എന്ന് പറഞ്ഞേ ഈ 6 വയസ്സുള്ള ഐഷ അല്ലാതെ മറ്റ് സ്ത്രീകളുടെ ഏജ് എന്ന് പറഞ്ഞാണ്. എത്ര വയസ്സുണ്ട്? നീ കെട്ടുവോ അത്രയും വയസ്സുള്ള പെണ്ണിന്? EMS നമ്പൂതിരിപ്പാടിന്റെ പെങ്ങളുടെ വിഷയം പറഞ്ഞത് കൊണ്ടല്ലേടാ EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആ നമ്പൂതിരി കളയാൻ പോലും തയ്യാറാവാത്ത EMS കുണ്ണുണ്ണി ഇതിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നത്, കമ്മ്യൂണിസം സ്വീകരിച്ചത്. എന്തിനാടാ? കൊച്ചു പെങ്ങളെ കെട്ടിക്കൊടുത്തിട്ട് ചത്തുപോയ കളവനെ നോക്കി പെങ്ങൾ ആയുഷ്കാലം ഇരിക്കേണ്ടി വരും ഓപ്പോളിന് വേണ്ടിയിട്ടാണ് അയാൾ കമ്മ്യൂണിസം സ്വീകരിച്ചത്, അല്ല തലയിൽ കയറിയിട്ടല്ല. ഈ കാലഘട്ടത്തിൽ ഒരു 100 വർഷം മുമ്പുള്ള സംഗതിയാ. എത്ര വയസ്സിലാടാ പെണ്ണെ കെട്ടിച്ചു കൊടുത്തേ? എത്ര വയസ്സിലാണ് നമ്പ്യാർ കെട്ടിക്കൊണ്ട് പോയത്? നമ്പൂരിപ്പാടിന്റെ കഥകൾ എന്തായിരുന്നു? അവിടെ എവിടെയെങ്കിലും ഒരു വിധവയെ കിട്ടുന്ന കാര്യം ഉണ്ടായിരുന്നോ? 100 കൊല്ലം മുമ്പ് വരെ വിധവ കല്യാണം ഉണ്ടായിരുന്നോ? അവസാനം ഒരു യുക്തിവാദി വേണ്ടി വന്നു വിധവാ കല്യാണം പൊട്ടിക്കാൻ നമ്പൂതിരിക്കാരുടെ ഇടയിൽ. വിധവയെ കെട്ടാൻ ഞാൻ തയ്യാറെന്ന് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാ കല്യാണം നടന്നു. അല്ലെങ്കിലോ ഇന്നും വിധവകളെ കല്യാണം കഴിക്കത്തില്ല. വിധവയ്ക്ക് എന്തോ തിട്ടൂരവാ. ഇസ്ലാമിൽ അത് തിരിച്ചാ. വിധവകളെ കല്യാണം കഴിക്കണം സുന്നത്തെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം. അപ്പോ ഒരു തീരെ ഭർത്താവ് ചത്തുപോയാൽ പിന്നെ അവൾ അങ്ങനെ ആയുഷ്കാലം നിൽക്കണമെന്ന് പറയുന്നത് അവൾക്ക് ആഗ്രഹങ്ങളോ ആശകളോ ഒന്നും ഇല്ലയോ? അവളെ കെട്ടിക്കണ്ടേ? അത്രയും നല്ലൊരു കാര്യം പറഞ്ഞാൽ അത് നിനക്ക് പറയത്തില്ല. ഐഷ കല്യാണമാണ്. സീതയെ രാമൻ എപ്പോൾ കെട്ടിയടാ? തേപ്പുകാരന്മാരുടെ ചരിത്രം എന്നെ കൊണ്ട് പറയിക്കരുത്. ഷെഫീന മേഡം കൂവുന്നത് ഞാൻ നേരിൽ കണ്ടു. എനിക്ക് വളരെ സന്തോഷമായി. ഞങ്ങളുടെ ഷെഫീന മേഡം ഇനിയും പൂവും കൂവി വിളിക്കും നിങ്ങളെ നാട്ടിക്കും. ഇവിടെ ഉബൈദ നീ അവിടെ ഉണ്ടായിരുന്നാ? ഇന്ത്യൻ നിയമമാണോ പ്രവാചകനാണോ വലുത്? എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പായും ആണ് വലുത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയാണ്. എൻ്റെ ഉമ്മ ആണ് എനിക്ക് ഏറ്റവും വലുത്. എൻ്റെ ഉമ്മച്ചി കഴിഞ്ഞിട്ടേ എനിക്ക് എന്തും ഉള്ളൂ. മറുപടി ആയില്ലേ? ബാക്കി നീ ഊഹിച്ചോടാ. ഇന്ത്യൻ നിയമം അനുസരിച്ച് ജീവിക്കാനാണ് നബി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു സംവാദം നടത്തി നോക്കി, എന്നിട്ട് വെളുപ്പിക്കാൻ നോക്ക്. ഇവിടെ വെളുക്കാനൊന്നും ഇല്ലടാ. ആകെ കറുത്തിരിക്കുന്ന കുയുക്തിവാദം പറയുന്നത് നിന്റെയൊക്കെ കത്തോലിയാണ്. ചോദ്യം നമ്പർ 1. 15 വയസ്സിൽ ഒരു പെണ്ണിനെ വയറ്റിലാക്കി കെട്ടിക്കൊണ്ട് വരേണ്ട ഗതികേട് ആർക്കുണ്ടായിരുന്നു? സ്വന്തം വീട്ടുകാരുടെ പെർമിഷൻ ഇല്ലാതെ അടിച്ചു മാറ്റിക്കൊണ്ടൊന്ന് കുത്തിക്കയറ്റി ഗർഭമുണ്ടാക്കിയത് ആരായിരുന്നു? ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ നാട്ടിലുള്ള ആണുങ്ങളെ അത്രയും കയറ്റി കളിച്ചും വീണ്ടും കല്യാണം കഴിക്കുകയും പിന്നെയും കഴിക്കുകയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ മതമൈത്രി പോലെ 14ഓളം പേരെ കയറ്റി കളിച്ചത് ആരായിരുന്നു? ഇപ്പോഴും കൂടെ ഉള്ളവന്റെ കെട്ടിയവൾ എവിടെ? ആരായിരുന്നു? അതിന് മറുപടി ഉണ്ടാ? 1 കെട്ടി 2 കെട്ടി 3ാമത് വെച്ചോണ്ടിരുന്ന 4ാമത് വെച്ചോണ്ടിരുന്ന നാട് നീളെ തെണ്ടി നടന്ന് വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നവനിക്ക് ഉമ്മായെ പോലും കാണുമ്പോൾ പ്രോഗ്രാം ചെയ്യണമെന്ന് തോന്നുന്നവനിക്ക് എന്ത് അർഹതയാണ് ഇസ്ലാമിനെ പറയാൻ? മതിയോ? ഉണ്ടോ? നീ ഏവനെ കൊണ്ടുവച്ചാൽ ഇസ്ലാം മതവിമർശനം നടത്തുന്നവനെ പേഴ്സണാലിറ്റി എടുത്തു നോക്കടാ. വാക്കാത്തെമ്മാടിയും വ്യഭിചാരിയുമായിരിക്കും. തറവാടിയായ ഒരുത്തൻ എടുത്തുകൊണ്ട് മതാവഹേളനം നടത്തത്തില്ല. ശ്യാംകുമാർ സാറ് ഇസ്ലാം മതത്തിനെതിരെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരും. അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ സമ്മതിക്കും. അദ്ദേഹം പറയണം, അദ്ദേഹത്തിനെ കൊണ്ട് പറയിക്കും. അത് ന്യായം. ഞാൻ പറഞ്ഞുതരാം. ലവ് മാരേജ് തെറ്റാണോ? എടാ, മാരേജ് തന്നെ ലവ് ഇല്ല നടക്കുന്നത്. ലവ് ഇല്ലാണ്ട് എന്ത് മാരേജ്? ഒരു മനുഷ്യനോട് ലവ് തോന്നുമ്പോഴല്ലേ അവരെ മാരേജ് ചെയ്യാൻ പറ്റൂ. ലവ് മാരേജ് ഈസ് അക്സെപ്റ്റബിൾ മാൻ.
ജലദോഷമാണ്. ഹായ് ഷെഫീന, ഹായ് ഷൗക്കത്ത്. കൃഷ്ണദാസ്, നിന്റെ അമ്മയാണ് പടക്കം. അത് കറക്റ്റ്. EMSന്റെ ജീവിതം ലോകാവസാനം വരെ പിന്തുടരേണ്ടതെന്ന് ആരും പറഞ്ഞില്ല. മോമന്റെ കാര്യം അങ്ങനെയല്ല, പറയുന്നത് അല്പം ലോജിക് ഉണ്ടാകുന്നതാണ്. ലോകാവസാനം വരെ നോക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹം ചെയ്ത നന്മകൾ തന്നെയാണ്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഫോളോ അപ്പ് ചെയ്യുന്നൊരു ഫോളോ അപ്പ് ചെയ്തിട്ട്. അദ്ദേഹം മദ്യപാനിയായിരുന്നില്ലല്ലോ, അങ്ങനെ യാതൊരു പരിപാടിയില്ലല്ലോ, കഞ്ചാവില്ലല്ലോ, ആണോ? മോഷണം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. സത്യം പറയുന്ന മനുഷ്യനല്ലായിരുന്നോ? അല്ലമീൻ എന്ന പേരെന്തുകൊണ്ട് കിട്ടി? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിന്. അതല്ലേ അദ്ദേഹം പറഞ്ഞത്. ബദർ യുദ്ധം നയിക്കാൻ ആളുകൾ ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ബദർ യുദ്ധം നടത്തി, അതുകൊണ്ട് നമ്മൾ ബദർ യുദ്ധം എന്ന് പറയുമോ? എടാ, ബോധം വിവരവും വേണോടാ. നിനക്കാണെന്നില്ലാത്ത, ലോജിക്കില്ലാത്ത നിനക്കാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ട് അന്നത്തെ അവരുടെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം നടത്തേണ്ടി വന്നു. അതുകൊണ്ട് നമ്മളടുത്ത് യുദ്ധം നടത്തണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ വീട്ടിലുള്ളവരാണ്. ഇന്ന് ഞാൻ ഇവിടെ യുദ്ധം ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്തുള്ള കൃത്യമായ വസ്തുതകൾ എടുക്കുന്നതിന് പകരം ആകെ മൊത്തത്തിൽ ഇങ്ങനെയാണോ പറയുന്നത്? അദ്ദേഹം കറുത്ത എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കറുത്ത തീട്ടം വരും. അതുകൊണ്ട് നമ്മൾ നാളെ മുതൽ കറുത്തത് മാത്രം കഴിക്കണം, കറുത്ത തീട്ടമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ലോജിക്കൽ മാൻ, ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ. ഇതിൽ കമ്മ്യൂണിസം പറയേണ്ട ആവശ്യമുണ്ടോ ഷെഫീന ബിബി? ഇടയ്ക്കിടയ്ക്ക് പറയണോടോ കമ്മ്യൂണിസം. ഹായ് ഉണ്ണിമായ. ലിയാക്കത്തുള്ള ഇനി ഒരു പരിപാടി ഇല്ല, എവിടെ അവതരിപ്പിച്ചാലും ഞാൻ അവിടെ കാണും. അപ്പോൾ ലിയാക്കത്ത് സ്നേഹിച്ച പെണ്ണെ കിട്ടിയത് എന്താണ് പ്രശ്നം? റോഷൻ പോയിന്റ്. ഇത് തന്നെയല്ലേ അങ്ങോട്ടും ചോദ്യം. മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിച്ചാൽ എന്താ ലിയാക്കത്തിലേക്ക് പ്രശ്നം? ലിയാക്കത്തിലേക്ക് സ്നേഹിച്ച് 16 വയസ്സിൽ ഒരു പെണ്ണിനെ കുത്തിക്കയറ്റി ഗർഭമുണ്ടാക്കി വലിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവരാമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പിതാവ് ഇണയായി തുണയായി നിക്കാഹ് ചെയ്തു കൊടുത്ത പെണ്ണിനുമായിട്ട് ജീവിക്കുന്നതിൽ എന്താ കുഴപ്പം? അത് അദ്ദേഹം പോയി അടിച്ചു മാറ്റിക്കൊണ്ടുവന്നില്ലല്ല. കൊച്ചിനെ കുത്തിക്കയറ്റി ഗർഭം ഉണ്ടാക്കിയല്ലോ മുഹമ്മദ് നബി കൂട്ടിയിട്ട് വന്നത്. സ്വന്തം പിതാവ് മനസ്സോടുകൂടി അറിവോടുകൂടി ഇണയായി തുണയായി നിക്കാഹ് ചെയ്തു കൊടുത്ത പെണ്ണിനെയല്ലേ അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം നിക്കാഹ് കഴിച്ചല്ലേ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. ആ ഭാര്യമാരിൽ ഏറ്റവും നന്നായി ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞത് ആരായിരുന്നു? ആയിഷ അല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു വിവാഹ കാര്യം പറഞ്ഞുകൊണ്ട് അപരാധം പറയുന്നത്? 6 വയസ്സുള്ള ആസിബയെ പിന്നെ മറ്റേ തുടച്ച് അവിടെ കിടത്തിയത് ആരൊക്കെയാണടാ? ഈ കാലഘട്ടത്തിൽ പോലും ബലാത്സംഗം ഇത്രയധികം ഇതായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നും അവരെ സുരക്ഷിതരാക്കണമെന്നും പറഞ്ഞൊരു വലിയ ലോജിക്ക് എന്തുകൊണ്ട് ഇതിന്റെ കണ്ണാക്കി കിട്ടുന്നില്ല? എന്താ കിട്ടാത്തെ? മിത്തുകൾ മാത്രം വിശ്വസിക്കുകയും മിത്തുകളിൽ മാത്രം ജീവിക്കുന്ന ബാക്കിയുള്ള മതസമൂഹത്തിന് ഒരു തെളിച്ചമാണടാ ഇസ്ലാം. അതെന്താ നിനക്ക് മനസ്സിലാവാത്തെ? എന്നെ കൊണ്ട് ഇസ്ലാം പുകഴ്ത്തൽ നടത്താൻ സൗകര്യമില്ലടാ. ഞാൻ വെച്ചേട്ടി നോ റിലീജിയൻ മൈരേ. അയ്യോ യുക്തിവാദി ഓടുമോൻ ഷാജി. എങ്കിൽ കമന്റ് ഇട്ട് ഞാൻ അത് എടുത്ത് വെച്ച് വായിക്കും കേട്ടോ. ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തുള്ള എതിരാളികൾക്ക് പോലും ഇല്ലാത്ത അവഹേളനമാണ് ഇന്നത്തെ അദ്ദേഹത്തെ. ഹോസ്പിറ്റലിൽ പോയി അടഞ്ഞത് അസുഖം മാറും നിന്റെ അടുത്ത് ആരാ പറഞ്ഞ്? സെലക്റ്റീവ് നന്മയാണല്ലോ. പലിശ ഹറാമാണെങ്കിൽ ഷെഫീനയ്ക്ക് ഇങ്ങനെ ബാങ്ക് ജപ്തി നോട്ടീസ് വന്നു. പലിശ ഹറാമാണ്, അത് ഞാൻ പറയുന്നില്ലേ. ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഗതി ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഉസ്താദ് അതിനൊക്കെ വിപരീതമായിട്ടാണ്. ഒരു രീതിയിലുള്ള പലിശയോ എടുക്കലോ വാങ്ങലോ ഒന്നുമില്ലാത്ത ഒരു റിയൽ മുസ്ലിമാണ് അദ്ദേഹം. എനിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്. അത് ഹറാമാണ്. അതായത് ഞാൻ മാപ്പ് അപേക്ഷിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് അപേക്ഷിക്കും. പശ്ചാത്താപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ക്ഷമയുണ്ടാവും. എനിക്ക് സ്വർഗ്ഗം വേണ്ട, എൻ്റെ കബറിൽ ഞാൻ പറഞ്ഞോളാം, നീ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്, അത് എനിക്ക് പറ്റിയ തെറ്റ് തന്നെയാണ്, അത് ഞാനങ്ങ് പറഞ്ഞു ഞാൻ ക്ഷമ ചോദിച്ചോളാം, നീ വിഷമിക്കണ്ട, അത് ഞാൻ കബറിൽ 4 പേര് വരുമ്പോൾ അവരുടെ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് നീ ടെൻഷൻ അടിക്കില്ല. അൽഹാദി മീഡിയ. ഷെഫീന ബീബി എന്തൊരു നല്ല മറുപടി. ഇതിന് എത്ര ഞാനാണ് അറിയാലോ. റോഷൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. വയറ്റിലാക്കി കൂടെ കൂട്ടിയതാണ്. ആരിഫിനെ വിളിച്ചു, കോയ കാളിങ്ങിൽ വിളിക്ക് താത്ത, എന്നിട്ട് അവനെ പൂട്ടിക്ക് ഇത്താത്തോ. അവനെ പൂട്ടിക്ക് എന്തിനാടാ? മോഷണമുണ്ടായിരുന്നു, കൊള്ള മോഷണമാണ്. ലിയാഖത്ത് അലീനെ കുറിച്ച് നിങ്ങൾ പറയുന്നതിൽ എന്ത് തെളിവാണുള്ളത്? പച്ചയ്ക്ക് ഒരു മനുഷ്യന്റെ 5 ലക്ഷം രൂപ മോട്ടിച്ചെന്ന് ആ മനുഷ്യൻ പറയുന്നത് തെളിവല്ലേടാ? ഇതിനെക്കാട്ടി നിന്റെ അച്ഛൻ നിന്റെതാണെന്ന് നിന്റെ തള്ള പറയുന്ന തെളിവല്ലേ നിനക്കുള്ളൂ? അത്രയല്ലേ ഉള്ളൂ. അത് നീ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ ഇതും വിശ്വസിക്കും. അതാ നീ അച്ഛന്മാരുണ്ടാ? ഹിന്ദു പോകൃത്തലോടാ പറയണം. ഒരു മനുഷ്യൻ പറയണം ഞാൻ പൈസ കൊടുത്തത് അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഗിഫ്റ്റ് കൊടുത്തതല്ല, എന്റെ പണം എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ഒരു മനുഷ്യൻ വന്ന് പറയണം. അയാളുടെ പോയ പൈസയ്ക്ക് പറയുന്നുണ്ട്. അതേപോലെ അവന്റെ ബ്രദർ പറയുന്നുണ്ട് ഞങ്ങളുടെ 5 ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയിട്ടുണ്ടെന്ന്. എല്ലാം 5ആണ്, അവന്റെ കണക്കെല്ലാം 5ആണ്. 13 ലക്ഷം രൂപയുടെ കള്ളത്തരം അവന്റെ പേരിൽ ഇപ്പോൾ ഉണ്ട്. 1 ലക്ഷം രൂപ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അത് കള്ളത്തരല്ലടാ. ആരിഫിന് വേണമെങ്കിൽ എക്സാക്ട്ലി ആരിഫിന്റെ അടുത്ത് എന്നെയെന്ന് വിളിക്കാൻ പറയാം. ഷെഫീന ബീബി അറിയ പോലും ഇല്ല. അതെന്ത് കുതന്ത്രം, മന്ത്രതന്ത്ര കുതന്ത്രം എന്താണടാ? ഷെഫീനായി അറിഞ്ഞൂടാ, ലിയാഖത്തിലേക്ക് അറിഞ്ഞൂടാ, ആരിഫ് ഹുസൈന് ഷെഫീനായി അറിഞ്ഞൂടാ. അയ്യോ എന്നെ അറിഞ്ഞേകൂടാ ഇവർക്കൊന്നും. അതെന്താടാ അങ്ങനെ? ഞാൻ ഭയങ്കര ഇസ്ലാമികവാദിയൊന്നുമല്ല. എന്നെ അറിഞ്ഞൂടാന്ന് പറയണത് എന്തിനാടാ? അന്നത്തെ കാലത്ത് സാമൂഹ്യ ചുറ്റുപാടനുസരിച്ച് നോർമലാണ് ഐഷയെ നബി കെട്ടിയത്. എന്തിനും ഒരു 50 കൊല്ലം മുൻപ് വരെ ലോകാവസാനം വരെ ഞാൻ ഐഷയെ കെട്ടിയ വയസ്സിൽ നിങ്ങളും കെട്ടണമെന്ന് നബി പറഞ്ഞിട്ടില്ല. കറക്റ്റ്. ഈ ചാനലിൽ വിളിക്കാതെ നമ്മുടെ നമ്പർ എഴുതിയിടേ, ആ നമ്പറിൽ വിളിക്കാൻ പറ. നിന്റെ ആരിഫ് കിണ്ണൻ്റെ അടുത്ത് വിളിക്കാൻ പറ. ആദ്യം നിങ്ങൾ പറഞ്ഞു അവൾ ക്രിസ്ത്യാനിയാണെന്ന്, പിന്നെ അത് മാറ്റി പറഞ്ഞു. അതുപോലെയാണോ ഇതും? ഒരിക്കലും അല്ല. ക്രിസ്ത്യാനിയാണെന്ന് ഞാനല്ല, ക്ലബ് ഹൗസിലുള്ളവരാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. ക്ലബ് ഹൗസിൽ എല്ലാവരും വിശ്വസിച്ചത് അങ്ങനെയാണ്. കാരണം ഇവന്റെ ബ്രദറാണോ എന്ന് പറഞ്ഞത് അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു, അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അത് റൂമറാണ്. ഞങ്ങൾ ആരും ഇവരുടെ ആരുടെയും ഒരു ക്ലബിലും പോവാറില്ല. ലിയാഖത്ത് അലി പറയുന്നത് കേൾക്കാൻ പോകാറില്ല. അതേപോലെ ഇസ്ലാമിയർ നടത്തുന്ന ക്ലബ്ബിൽ പോകാറില്ല. എക്സ് മുസ്ലിം നടത്തുന്ന ക്ലബ്ബിലൊന്നും ഞങ്ങൾ പോയിരിക്കാറില്ല. ഒൺസ് ഒരു അരമണിക്കൂർ ഇരുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ടാണ്
ചേച്ചി യു ആർ ദ ബെസ്റ്റ്, ലവ് യു, താങ്ക് യു ബിനി ജോർജ്. അവള് ക്രിസ്ത്യാനിയാണ്. എടാ അവളെ ക്രിസ്ത്യാനിറ്റി അല്ലല്ലോ അവളെ വയറ്റിലുണ്ടായ കൊച്ച്. ഇതും പറഞ്ഞത് അവൻ തന്നെയല്ലേ 16 വയസ്സിൽ കുത്തിക്കയറ്റി എന്നല്ലേ പറഞ്ഞത്. 16 വയസ്സിൽ കുത്തിക്കയറ്റിട്ടാണ്. 16 വയസ്സിലേക്ക് എന്തിനു തോന്നൂടാ? അത്ര കഴപ്പായിരുന്ന അള്ളാഹു ആല. നിങ്ങൾ ആരിഫിനെ കോയ കോളിംഗ് ചെയ്തു. റോഷ ഒരു ഗീമി ഒരു 30 days 30 ദിവസത്തിനകം കോയ കോളിങ്ങിനേക്കാൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളിംഗ് റെക്കോർഡിംഗ് ഞാൻ പബ്ലിഷ് ചെയ്യും. അതുപോലെ സംഘികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരിഫ് ഹുസൈൻ എന്നോട് പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അത് ഞാനൊന്ന് പബ്ലിഷ് ചെയ്യാം. എങ്ങനെയുണ്ട്? അതുപോലെ കോയ കാളിങ്ങിൽ വിളിച്ചിട്ടുണ്ടാക്കണ്ടല്ലോ. ഞാൻ കോയ കാളി വിളിച്ച് എന്തെന്ന് പറയാനടാ? നീ ഇങ്ങനെയൊന്നും ചെയ്യലെന്ന് പറയണം. നിന്റെ ഉമ്മയെ നീ അങ്ങനെ സെക്ഷലി നോക്കരുതടാ, അത് പെറ്റ തള്ളയാണെന്ന് പറയണോ? എന്താടാ ഞാൻ പറയേണ്ടത്? നിങ്ങൾ തട്ടമിട്ടുമല്ലോടാ, അത് നീ ഇപ്പം ആദ്യം കാണണ കഷ്ടം തന്നെ. ചിരിക്കാൻ വയ്യ. ആ സൗണ്ട് റെഡി മഷാല്ല. വെയിറ്റിംഗ്. ഓഫ് കോഴ്സ് ഷിഫ്ന, അത് ഞാൻ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ പോരെ? കൊണ്ടുപോയ ഫോണിനകത്തായി പോയി അത്. അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് കാലം ഒന്നും അവർക്ക് എൻ്റെ ഫോൺ പിടിച്ച് വെച്ചേക്കാൻ നോക്കത്തില്ലല്ലോ. അത് തിരിച്ച് കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുവന്നതൊക്കെ പ്ലേ ചെയ്യും. അപ്പോഴുണ്ട് ഞാൻ ജാമിത 2 വർഷത്തോളം പറഞ്ഞുകൊണ്ട് കിടന്നു 10,000 തിരിച്ചു കൊടുത്തില്ല, 10,000 തിരിച്ചു കൊടുത്തില്ല. ഞാൻ 2 വർഷം മുമ്പുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചത് എപ്പോഴാണ്? 3 കൊല്ലത്തിന് ശേഷം. ഞാൻ 3 കൊല്ലം സമയം കൊടുക്കും. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കട്ടെ. എന്താ എടുക്കാത്ത, എന്ത് പറയാത്ത? അത്രത്തോളം കോൾ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. എന്തിനാണ് ആ ഫ്ളാറ്റിൽ വെച്ച് സാബു എന്ന് പറയണ അഡ്വക്കേറ്റ് സാബു ഫിലിപ്പ് എന്ന് പറയുന്ന അലവലാതി മോശമായി സംസാരിച്ചതിന് പറഞ്ഞപ്പോഴും പറഞ്ഞത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന വൃത്തികെട്ട കുയുക്തിവാദികളെ വർത്തമാനം പറഞ്ഞ എൻ്റെ അടുത്ത് വരല്ലേ. ഷെഫീനയുടെ കയ്യിൽ സോളിഡ് പ്രൂഫ് ഉണ്ട്. ഈ നാറികൾക്കെല്ലാം എതിരായിട്ട്, എല്ലാവന്മാർക്കും അഗൻസ്റ്റ് ആയിട്ട് സോളിഡ് പ്രൂഫ് ഉണ്ട്. നിങ്ങൾ ആരിഫിനെ കുറ്റം പറഞ്ഞ് അയാൾ ഇപ്പോൾ ഇസ്രായേലിലും നോർത്തനിലും ജർമ്മനിയിലും കറങ്ങി നടക്കുന്നു. അത് മനസ്സിലായില്ലേ? അയാളെ കുറ്റം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാനുള്ള കായ് കൊടുക്കുന്ന നിങ്ങളാണ്. കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം കൊണ്ട് അവൻ നൂര് ചുറ്റുന്നു. അത്രയേ ഉള്ളൂ. നീയൊക്കെ മന്ദബുദ്ധികളാണെന്നാണ് എൻ്റെ തെളിവ്. മനസ്സിലായാ? കുറെ കൂടെ മൂട് താങ്ങിക്കൂട്. അവ കുറെ കൂടെ ചുറ്റട്ടെ. ലിയാഖത്ത് അലിയുടെ വൈഫിന്റെ കേസ് ചേച്ചി എങ്ങനെയാ അറിഞ്ഞേ? ലിയാഖത്ത് അലിയുടെ വൈഫിന്റെ കേസ് ക്ലബ് ഹൗസിൽ ലിയാഖത്ത് അലിയുടെ പിന്നെ ബ്രദർ വന്നിരുന്ന് പറഞ്ഞതാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴറിഞ്ഞത് ലിയാഖത്ത് അലിയുടെ യങ്ങർ ബ്രദർ എന്ന് പറയുന്ന സദക്കത്തുള്ള ഏതോ ഒരു അലവലാതിയുണ്ട്. അവൻ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്ന് കയറി ഞങ്ങളോട് കാര്യം പറഞ്ഞതാണ്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഞാൻ അവന്റെ വീട്ടിലെങ്ങും പോയിട്ടില്ല. പാലക്കാട് പോയിരുന്നു. അത് ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനായി ഒരു 50,000 രൂപ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഇവന്റെ വീട്ടിലൊന്നും പോകാൻ തയ്യാറല്ലായിരുന്നു. ഏറ്റവും ലാസ്റ്റ് വെച്ചിരുന്നത് ചെസ് നമ്പറിൽ ഏറ്റവും ലാസ്റ്റ് വെച്ചിരുന്ന ആളാണ് ലിയാഖത്ത് അലി. അത് ഇടയ്ക്ക് കയറി എടുക്കേണ്ടി വന്നത് ഇതുപോലെ ഓട്ടപ്പാച്ചിൽ വരും എന്ന പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ മൗനമായിരുന്നത്. കുറച്ച് പോട്ടെ എന്ന് എല്ലാം തീർത്തിട്ടല്ലേ ഇത് എടുക്കാന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ സമയം അവകാശമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയാണ് എനിക്ക് FIR കിട്ടിയത് ജാമിതയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട്. അതെനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കൂടെ നിന്നവർ കുതികാലി വെട്ടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഞാനത് ഒരുപാട് അനുഭവിച്ചു കേട്ടോ. എൻ്റെ ഒപ്പം നിൽക്കുന്നവർ കുതികാലി വെട്ടുന്നത് 1 2 പ്രാവശ്യമല്ല. ഇങ്ങനെയുള്ള എച്ചക്കല നാറികൾ എൻ്റെ ഒപ്പം വന്ന് ചേരരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. കൂടെ നിന്നിട്ട് കുതികാലി വെട്ടുന്ന വെറും അലവലാതി മരകൂടുകൾ അടുത്ത 10 തലമുറയ്ക്ക് നീയൊക്കെ രക്തം കക്കി ചാവട്ടെ. അത്രയൊക്കെ പറയാനുള്ളൂ. പ്രത്യേകിച്ച് ആ വക്കീലമ്മ എരുമയ്ക്കുണ്ടായവളാണ് അവള്. വേറും വൃത്തികെട്ട സ്ത്രീയാണ് അവള്. കൂടെ നിന്ന് കുതികാലി വെട്ടിയ പന്ന സ്ത്രീ വെടക്ക് മുതൽ. അപ്പോൾ അത് കേസാകില്ലേ? എന്തരീ ആരിഫ് ഹുസൈൻ വെറുതെ പോയി തല വെക്കേണ്ട. ഇത് വെറുതെ പറഞ്ഞതല്ല രാജേഷ്. ഷെഫീനെയാണ് ഇപ്പുറത്തിരിക്കുന്നുള്ള ബോധം നിനക്ക് വേണം. ആരിഫ് ഹുസൈൻ ആര്? ഏത് മലരി? തസ്ലിമ CV മഴക്ക് ഹൈറ്റാ. ആശ ജൂതന്മാരെ ഏറ്റവും വെറുക്കുന്ന ക്രിസ്ത്യാനികളാണ്. എക്സാക്ട്ലി. അവരുടെ സഹോദരങ്ങളാണ് എക്സ് മുസ്ലിം ആയതിന് നുണ പറഞ്ഞു നടക്കുവാൻ. ഒരിക്കലും അല്ല. അവനത് നിഷേധിച്ച. അവൻ ക്രിസ്ത്യാനി അല്ലെന്ന് പറയുന്നുണ്ട്. അവന്റെ പെണ്ണുമ്പളെ 16 വയസ്സിലല്ല കെട്ടിയെന്ന് അവൻ നിഷേധിച്ച. ഇല്ലല്ല, ഞാൻ രേഖ എടുത്തോണ്ട് വരും. കൂടുതൽ നാറും. പ്രഗ്നൻസി കേസ് 16 ഏജ് ആകുമ്പോൾ കേസാകില്ലേ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദീയ നിയമപ്രകാരം 15 വയസ്സാണ് വിവാഹപ്രായം ഇസ്ലാമിൽ. അത് വെച്ച് അവൻ രക്ഷപ്പെട്ടത്. അമൃത. ഇസ്ലാമിന്റെ എല്ലാ ബെനിഫിറ്റും അവർക്ക് വേണം. പക്ഷെ ഇസ്ലാമിനെ കുറ്റവും പറയും. ഞാനും അതാ ചോദിക്കുന്നേ. നിങ്ങൾക്ക് ഇസ്ലാം ശരിയല്ല എങ്കിൽ ഇസ്ലാം വിട്ട് പുറത്തു പോകൂ. ഇസ്ലാമിന്റെ ബെനിഫിറ്റ് അനുഭവിച്ച് ജീവിക്കുന്ന എന്തിനെ? ലിയാഖത്ത് തൊലി എന്ന് പറയുന്നവൻ ഇസ്ലാം മതം വിട്ടു എന്ന് പറയണം. ഇസ്ലാം മതം വിട്ടവൻ പിന്നെ ഇസ്ലാമിനെ അവഹേളിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് അവൻ അറിയില്ലെങ്കിൽ നിയമപാലകരോട് ചോദിക്കാൻ പറ. നിയമം അറിയുന്നവരോട് ചോദിക്കാൻ പറ. ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ ശേഷം ഇസ്ലാമിനെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് മറ്റ് മതക്കാർ പറയുന്നത് പോലെ തുല്യമാണ്. യുക്തിവാദം. ഇവൻ ഏത് യുക്തിവാദ സംഘത്തിലുണ്ട്? ഇവൻ ഏതാണ്? ഏത് യുക്തിവാദിയാണ് ഇവൻ? എന്തിനാ ഇങ്ങനെ റൈസ് ആവുന്നത്? ഇറങ്ങിനായി മതിയാ. ലിയാഖത്ത് പറഞ്ഞറിയല്ലേ റോഷ? അന്ന് ലിയാഖത്ത് മുസ്ലിം ആയിരുന്നു. അന്നും ഇന്നും മുസ്ലിമാണ്. അന്നും ഇന്നും എപ്പോഴും മുസ്ലിമാണ്. ആ മഹല്ല് കമ്മിറ്റിയിലേക്ക് ആളെത്തുമ്പോഴത്തേക്ക് മനസ്സിലാവും. ആ മഹല്ല് കമ്മിറ്റിയിലേക്ക് ഇമാമിന്റെ പേപ്പർ വരുമ്പം ലിയാഖത്ത് തൊലിക്കും. ലിയാഖത്ത് തൊലിയുടെ കൂടെയുള്ള ഖബറിസ്ഥാനികൾക്കും കാര്യം മനസ്സിലായോ? അതിനുള്ള പേപ്പർ വർക്ക് ഞാൻ ചെയ്തതിന് കുറച്ച് ദിവസം വയ്യായ്മ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. അന്ന് കഴിയട്ടെ.
നമ്മളിറങ്ങില്ലേ? കേരളത്തിൽ പ്രബലമായിട്ടുള്ള മതേതരാശയവുമായി ജീവിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻസ് ജീവിക്കുന്നത് കൊണ്ടാണ് ഈ സംഘപരിവാറിന് കേരളത്തിൽ മുമ്പേ സാധിക്കാത്തത്. ശ്യാം കുമാർ സാർ കറക്റ്റ്. ഇപ്പോഴല്ലേ എക്സ് ആയത്? ഹിറ്റ് ദ ലിങ്ക് ബട്ടൺ. ലൈക്ക് ബട്ടൺ ആണോ ഗൈസ്? വക്കീലിനെ ബാർ കൗൺസിൽ എന്തിനാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തണം. എക്സാക്ട്ലി ഷാജി, അതാണ് ബാർ കൗൺസിൽ എന്തിനുള്ളതാണെന്നും ഇത്തരത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ കക്ഷികളെ ചതിക്കാൻ പാടില്ല എന്നും വക്കീലന്മാർക്ക് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് ആദ്യമേ മനസ്സിലായി ഇവര് അവിടെ ഹൈക്കോടതിയിൽ ഇവർ തിരിച്ചൊരു വാദഗതി ഉന്നയിച്ചില്ലെന്ന് അവൾ ഇരുന്ന് വീരവാദം അടിക്കുകയും എനിക്കറിയാവുന്ന ആളാണ് ആ ജൂനിയർ വക്കീലെന്ന് അവൾ പറയുകയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് കത്തി, ഇത് മുമ്പോട്ടൊന്നും കൊണ്ടുപോകൂല, കള്ളിയാണെന്ന് തെളിഞ്ഞില്ലേ. എടി നീ ഓർത്തു വെച്ചോടി, നീ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വയ്യാത്ത എന്നെ നീ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നീ ചതിച്ചത് ഇസ്ലാമിയരെ മാത്രമല്ലടി പന്നി, നീ ചതിച്ചത് ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെടും. പടച്ചവനുണ്ടെങ്കിൽ നിന്റെ ഒരു രീതിയിലുള്ള പശ്ചാത്താപവും പടച്ചവൻ എടുക്കത്തില്ലടി. നീ അനുഭവിക്കും, നീ നോക്കിയോ. നിന്റെ മക്കളായിരുന്നാലും നിന്റെ കുഞ്ഞുകുട്ടി പരാതിനെ മുഴുക്ക നീ കഷ്ടപ്പെടും. നീ അത്രയ്ക്ക് എന്നെ കഷ്ടപ്പെടുത്തി ഈ ഒരു കേസിൽ. ആ വെരി നെക്സ്റ്റ് ഡേ എനിക്ക് കിട്ടേണ്ട കേസാണത്, എനിക്ക് കിട്ടേണ്ട ന്യായം, എന്റെ നീതി നിഷേധിച്ചവളാണ് നീ. നീ പുഴുക്കേ ഉള്ളൂ, നീ നോക്കിക്കോ, നീ എഴുതി വെച്ചോ. നീ എത്ര അള്ളാരോട് തോപ ചെയ്താലും നിനക്ക് മാപ്പുണ്ടാവത്തില്ല. കാരണം എന്റെ പിന്നിൽ നിന്നത് അത്രത്തോളം പാപ്പുണ്ട്. 50 രൂപ അയച്ചു തന്ന പാവങ്ങളുണ്ടടി, താത്ത അത് ചെയ്യെന്ന് പറഞ്ഞിട്ട് അവർ അത്രത്തോളം വേദനിച്ച് വിഷമിച്ച് എന്നോട് പറഞ്ഞതാണ്. നീ അനുഭവിക്കും, നീ നോക്കിക്കോ, നീ പുഴുത്തേ തീരുള്ളൂ, നീ കിട്ടും നിനക്ക്. മാഡം പോട്ടെ എന്നൊന്നും അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ മതേതരായതുകൊണ്ട് ആണ് ഇവർ സംഘപരിവാർ വളരാത്തത്. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം വളരും തോറും സംഘപരിവാർ വളരും. പടച്ചവനില്ല ഗാസ നോക്കാൻ, പടച്ചവൻ നേരം ഇല്ലേ? ഗാസയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ റബ്ബിന്റെ ഇത് തന്നെയാണ്. അത് പടച്ചവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വെളിപാട് തന്നെയാണ്. ഇതാണ് ജൂതന്മാര്. അത് പടച്ചോ മാത്രമല്ലല്ലോ, ലങ്ങേരും പറഞ്ഞിട്ട് പോയില്ലായിരുന്ന ഹിറ്റ്ലർ എണ്ണനും 5-6 ജൂതന്മാരെ ഞാൻ വിട്ടിട്ട് പോകുന്ന നിനക്കൊക്കെ ജൂതന്മാർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? ഇങ്ങനെയുള്ള 2 കുട്ടി മതി ഒരുത്തനും വാതിറക്കത്തില്ല. ശശികലയെ പറ്റി പറയുമ്പോൾ അതൊരു വല്ലാത്ത വാണ്. ഏതാണ്ട് ഒരു കൊശവൻ ഒരു മൂലയിലിരുന്ന് റോക്കറ്റ് വിശേഷിപ്പിച്ചപ്പം വാതിൽ തുറന്നു കൊടുത്ത് വാതിലിനകത്തേക്ക് എൻ്റർ പീസായ ഒരു സാധനമാണ് ശശി എണ്ണച്ചിയുടെ ഡീറ്റെയിലുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുറച്ചേ കിട്ടിയുള്ളൂ. അവളെ സ്കൂളിൽ നിന്ന് പിരിത്തു വിട്ടേണ്. പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു, വേറെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ബാക്കി അപ്പൻ അമ്മ കുഞ്ഞുകുട്ടി പരാതിയുടെ ഡീറ്റെയിലുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ശശികല ടീച്ചറിൻ്റെ കേട്ടോ.